മാളവിക ബിന്നിക്കെതിരെ ലൂസി മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വരികയുണ്ടായി. ചന്ദ്രശേഖരും കൃഷ്ണപ്രസാദും തമ്മിലുള്ള ഒരു ചർച്ച എന്ന രൂപത്തിലാണ് ആ വീഡിയോ പബ്ലിഷ് ആയിട്ടുള്ളത്. അതിൽ അവർ മെയിനായിട്ട് ആരോപിക്കുന്നത് മാളവിക ബിന്നി ഫാക്ച്വലി തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് എവല്യൂഷനെ കുറിച്ച് പറയുന്ന ഒരു അവതരണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ്. അപ്പൊ അതിലെ ഓരോ പോർഷൻസും കേൾപ്പിച്ചുകൊണ്ട് ഇത് തെറ്റാണ് എന്ന് അവർ വാദിക്കുന്നുണ്ട്. അപ്പൊ മാളവിക എങ്ങനെയാണ് ഇതിനെ റിയാക്ട് ചെയ്യുന്നത്? ആമുഖമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഇവർക്ക് ലിറ്ററൽ എന്താണ്, തിയറി എന്താണ്, ആർഗ്യുമെന്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. അതായത് നമ്മൾ അനക്ഡോട്ടായിട്ട് ചില കാര്യങ്ങൾ പറയും, അത് സദസ്സനുസരിച്ച് സദസ്സിന് മനസ്സിലാകുന്ന രീതിയിൽ അനക്ഡോട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പറയും, എക്സാമ്പിൾ ആയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ പറയും, ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പറയും. കാരണം ഇതെല്ലാം പറഞ്ഞു വെക്കുന്നത് ചിലപ്പം ഒരു ലാർജർ പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. എന്റെ ഈ വീഡിയോസ് എടുത്താണല്ലോ ഇവർ ചെയ്തത്. അപ്പം ഇവർ ഒരു ബേസിക് മിനിമം എന്താ പറഞ്ഞ റിസർച്ച് ഇന്റഗ്രിറ്റി കാണിക്കേണ്ടത് ഞാൻ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് ആദ്യം പറഞ്ഞു വെക്കണം. എന്നിട്ട് അതില് അവര് പ്രശ്നമെന്ന് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർക്ക് വേണമെങ്കിൽ പറയാം. എന്റെ ലാർജർ ആർഗ്യുമെന്റ് എന്താണ്, അപ്പൊ ആ ലാർജർ ആർഗ്യുമെന്റിൽ പോർട്ട് ഹോൾസ് ഉണ്ടോ എന്ന് നോക്കാം, അല്ലെങ്കിൽ ആ ലാർജർ ആർഗ്യുമെന്റിൽ ഞാൻ യൂസ് ചെയ്ത എക്സാമ്പിൾസിൽ തെറ്റുണ്ടോ, ഇതൊക്കെ നോക്കാം. പക്ഷെ ലാർജർ ആർഗ്യുമെന്റ് മിനിമം ആയിട്ട് പറയണ്ടേ? അതല്ലേ മിനിമം ഡീസൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അക്കാഡമിക് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ലാർജർ ആർഗ്യുമെന്റ് എന്റെ ആ വീഡിയോകൾ തന്നെ പോയി നോക്കുന്നവർക്ക് ഭയങ്കര കൃത്യമായിട്ട് മനസ്സിലാകും. എന്റെ വീഡിയോകൾ ബാക്കിയുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അവരതിന്റെ ചെറിയ ചെറിയ ശകലങ്ങൾ മാത്രം ഇതിൽ കേൾപ്പിക്കുന്നുണ്ട്. ആ ശകലം പോലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ശകലങ്ങളല്ല, വെട്ടി 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 അവർക്ക് എന്തൊക്കെയൊക്കെ പറയാൻ ആവശ്യമായിട്ടുള്ള ശകലങ്ങൾ മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ, വിച്ച് ഇസ് ഹൈലി പ്രോബ്ലമാറ്റിക്. അപ്പം ഞാൻ എൻ്റെ വീഡിയോകളിൽ പറയാൻ ശ്രമിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സയൻസിന് പ്രശ്നം ഇല്ല എന്ന് പറയുമ്പോൾ സയൻസ് ചെയ്യുന്ന മനുഷ്യർ അല്ലെങ്കിൽ സയൻസിന് എംപ്ലോയ് ചെയ്യുന്ന രീതികളിൽ പലപ്പോഴും പ്രശ്നം ഉണ്ടായിരിക്കും. കാരണം സയൻസ് എന്ന് പറയുന്നത് മനുഷ്യൻ വാക്യൂമിൽ നിന്നുകൊണ്ടല്ല ചെയ്തത്. നേരത്തെ ബിജുമോൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സയൻസ് എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ എൻഡേവർ ആണ്, മനുഷ്യർ ചെയ്യുന്ന ഒരു കാര്യമാണ് സയൻസ് എന്ന് പറയുന്നത്. മനുഷ്യരിലുള്ള എല്ലാ ബയസുകളും സയൻസിൽ വരാൻ സാധ്യതയുണ്ട്. സയൻസിൽ വരാൻ സാധ്യത ഉണ്ടെന്ന് മാത്രമല്ല, സയൻസിൽ വന്നിട്ടുണ്ട് എന്ന് തെളിയിച്ചിട്ടുമുണ്ട്. സയൻസിന് താല്പര്യമുള്ള ഒരു കാര്യമാണ്. കാരണം സയൻസ് ഒരിക്കലും ദൈവത്തെ പോലെ ഇരുന്നിട്ട് ഞാൻ ഇൻഫെയിലിബിൾ ആണ്, എനിക്കൊരു തെറ്റ് പറ്റില്ല എന്ന് സയൻസ് ഒരിക്കലും പറയത്തില്ല. സയൻസ് പറയും ഞാൻ ഫെയിലിബിൾ ആണ്. ഇപ്പൊ കാൾ പോപ്പറുടെ ഒക്കെ ഫിലോസഫി ഓഫ് സയൻസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, സയൻസിന്റെ ഏറ്റവും ഒരു നന്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സയൻസിന്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്, സയൻസ് അക്നോളജ് ചെയ്യും ഞാൻ ഫെയിലിബിൾ ആണ്, നിങ്ങൾ വന്ന് എന്നെ തിരുത്തു, ഞാൻ തിരുത്തപ്പെടാൻ റെഡിയാണ്, അങ്ങനെ ഞാൻ നിർവചിക്കപ്പെടാനും പുനർനിർവചിക്കപ്പെടാനും ഒക്കെ ഞാൻ റെഡി ആയിട്ട് ഇരിക്കുന്നു എന്നുള്ള രീതിയിലാണ് സയൻസിനെ തന്നെ പോർട്രേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പുതിയ പുതിയ സയന്റിഫിക് തിയറീസ് ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തുള്ള ബയസുകൾ കുറെ കൂടെ മിനിമൈസ് ചെയ്ത്, അല്ലെങ്കിൽ അത് കുറച്ചിട്ട് കുറെ കൂടെ ഒബ്ജക്റ്റീവായിട്ട് ഒബ്ജക്റ്റീവായിട്ട് സയൻസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്ത ഒരു സ്ട്രീമാണ് ഫെമിനിസ്റ്റ് ബയോളജി എന്ന് പറയുന്നത്. ഈ ഫെമിനിസ്റ്റ് ബയോളജി എന്ന് വിളിക്കുന്ന സ്ട്രീമിൽ ജനറ്റിസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, സോഷ്യൽ സ്റ്റഡീസ് ഓഫ് സയൻസ് ചെയ്യുന്ന ആൾക്കാർ, കൾച്ചറൽ സ്റ്റഡീസ് ചെയ്യുന്ന ആൾക്കാർ, ഫിസിക്കൽ ആന്ത്രപ്പോളജി ചെയ്യുന്ന ആൾക്കാർ, മെറ്റീരിയൽ ആന്ത്രപ്പോളജി ചെയ്യുന്ന ആൾക്കാർ, ബയോളജിസ്റ്റുകൾ, അങ്ങനെ സയൻസും സോഷ്യൽ സയൻസിൽ നിന്നുള്ള ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് എന്ന് പറയുമ്പോൾ ഫീമെയിൽ സ്കോളേഴ്സ് മാത്രമല്ല, സ്ത്രീയും പുരുഷനും ഇന്റർസെക്സും ഒക്കെ ആയിട്ടുള്ള സ്കോളേഴ്സ് ഇതിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഇവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫെമിനിസ്റ്റ് ബയോളജി എന്താണ് എന്നുള്ളത്. അപ്പൊ ഫെമിനിസ്റ്റ് ബയോളജി എന്താണെന്ന് അറിയാത്തവർക്ക് ഇവർ തന്നെ ക്ലെയിം ചെയ്യുന്നുണ്ട്, എവിടെയോ ക്ലെയിം ചെയ്യുന്നുണ്ട് പാലിയോ ആന്ത്രപ്പോളജി വർഷങ്ങളായിട്ടോ അത്രയോ നാളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പാലിയോ ആന്ത്രപ്പോളജിയിലൊക്കെയാണ് ഫെമിനിസ്റ്റ് ബയോളജി ഏറ്റവും കൂടുതലായിട്ട് ഒരു ചേഞ്ച് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അത് വായിക്കുന്നവർ ഫെമിനിസ്റ്റ് ബയോളജി വായിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്തോ എനിക്ക് അവിടെ എന്തോ ഒരു പ്രശ്നം പോലെ തോന്നുന്നുണ്ട്. കാരണം നമ്മൾ വായിക്കുന്ന പല കാര്യങ്ങൾ അത് മാത്രം വായിച്ചുകൊണ്ടിരിക്കണമെന്നല്ല, പല കാര്യങ്ങളിൽ ഇൻവേരിയബിളി നമുക്ക് വായിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഫെമിനിസ്റ്റ് ബയോളജിസ്റ്റ് ടെക്സ്റ്റുകൾ. പർട്ടിക്കുലർലി നിങ്ങൾ പരിണാമത്തെ പോലെയുള്ള ഒരു സിദ്ധാന്തത്തെ അല്ലെങ്കിൽ പരിണാമത്തെ പോലെയുള്ള ഒരു പ്രക്രിയയെ പഠിക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് സ്ത്രീ പരിണാമം എങ്ങനെയാണ് ഉണ്ടായത്, സ്ത്രീയുടെ ഗസ്റ്റേഷണൽ പീരീഡിൽ ചേഞ്ച്, അതായത് പ്രസവകാലത്തിൽ ചേഞ്ച് വന്നിട്ടുണ്ടോ, സ്ത്രീയുടെ ബോൺസിന്റെ മോർഫോളജി എങ്ങനെ ചേഞ്ച് ആയി എന്നുള്ള വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മുമ്പോട്ട് വെച്ചത് ഈ ഫെമിനിസ്റ്റ് ബയോളജിസ്റ്റുകൾ തന്നെയാണ്.
അപ്പൊ അതിനുള്ള ഉത്തരം പിന്നീട് കിട്ടുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഉത്തരം കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ എവല്യൂഷൻ സ്റ്റഡീസ് എന്നുള്ള ഫീൽഡ് തന്നെ എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ ഈ ടോക്കിൽ പറയാൻ ശ്രമിക്കുന്നത്. അതായത് പല കാര്യങ്ങളും നമ്മൾ സ്ത്രീയുടെയും പുരുഷന്റെയും വ്യത്യാസം കാണുമ്പോൾ അതിനെ സെക്ഷൽ ഡൈമോർഫിസം എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു സ്പീഷീസിൽ തന്നെ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇപ്പം ടൈഗർ പോലുള്ള സ്പീഷീസുകളിൽ നമുക്ക് കുറവ്, പാണ്ട പോലുള്ള സ്പീഷീസുകളിൽ കുറവ് സെക്ഷൽ ഡൈമോർഫിസം ആണ്. ആണുങ്ങളും അതിന്റെ ആണും അതിന്റെ പെണ്ണും തമ്മിൽ ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ കുറവാണ്. ഇത് പക്ഷെ ഇപ്പം പുരുഷനും ഹ്യൂമൻ പുരുഷനും സ്ത്രീയും കൂടെ നോക്കുകയാണെങ്കിൽ ഈ വേറെ പല ഇപ്പൊ പീക്കോക്ക് പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ കോഴി പോലെയുള്ള ആനിമൽസ് അല്ല, ജീവജാലങ്ങൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സെക്ഷൽ ഡൈമോർഫിസം കുറവാണ്. ഇപ്പൊ ഡിഗ്രീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞിരിക്കും. എല്ലാ സ്പീഷീസിലും ഉള്ള കാര്യമാണ് സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പഠനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സയൻസിലുള്ള ജെൻഡർ ബയസ് കുറെ കൂടെ വ്യക്തമായി മനസ്സിലാകുമെന്ന് ഗീറോ ആൻഡ് കോൺകി പോലെയുള്ള ഫിസിക്കൽ ആന്ത്രപ്പോളജിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. സെവറൽ ഫെമിനിസ്റ്റ് ബയോളജിസ്റ്റുകളും ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതായത് സ്ത്രീകളുടെ ബോൺ ഡെൻസിറ്റിയെ കുറിച്ചും പുരുഷന്മാരുടെ ബോൺ ഡെൻസിറ്റിയെ കുറിച്ചും, സ്ത്രീകളുടെ മസ്കുലേച്ചറിനെ കുറിച്ചും, പുരുഷന്മാരുടെ മസ്കുലേച്ചറിനെ കുറിച്ചും, പുരുഷന്മാരുടെ അപ്പർ ബോഡി സ്ട്രെങ്തിനെ കുറിച്ചും, സ്ത്രീകളുടെ അപ്പർ ബോഡി സ്ട്രെങ്ത്, നിങ്ങൾക്ക് അനവധി പഠനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഈ പഠനങ്ങളുടെ 1990 മുമ്പുള്ള ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ പലപ്പോഴും സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ അത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നില്ല. സ്ത്രീകൾക്ക് ബോൺ ഡെൻസിറ്റി കുറവാണ്, എന്നാൽ അത് എന്തുകൊണ്ടായിരിക്കാം സംഭവിച്ചത്, അത് സ്ത്രീകളുടെ മോർഫോളജി അങ്ങനെയാണ് എന്ന് പറഞ്ഞൊരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന രീതിയിലാണ്. അതിന് ഒരു ഇന്ററഗേഷൻ വന്നിട്ടില്ല. അപ്പം ഈ ഒരു ഫെമിനിസ്റ്റ് ചോദ്യം ചെയ്യൽ വന്നതിൽ പിന്നെയാണ് ഇങ്ങനെയുള്ള പഠനങ്ങൾ തന്നെ സംഭവിച്ചിട്ടുള്ളത്. ഇത് പറഞ്ഞെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇത് പറയണമെങ്കിൽ എനിക്ക് ആദ്യം പറയണം ഈ ലീനിയർ പാറ്റേണിലാണ് പഠിച്ചു വന്നത്. അതുകൊണ്ടാണ് ഓസ്ട്രലോപിത്തക്കസിൽ നിന്ന് നിയാൻഡർത്തൽ ഉണ്ടായെന്ന്, നിയാൻഡർത്തലിൽ നിന്ന് ഹോമോസാപ്പിയൻ ഉണ്ടായെന്നൊന്ന് ചിന്തിച്ചു വെച്ചിരുന്ന ആൾക്കാരാണ്. ഓസ്ട്രലോപിത്തക്കസിൽ ബോൺ ഡെൻസിറ്റി കുറവാണ്, അതുകൊണ്ട് തന്നെ നിയാൻഡർത്തലിന് അവർ ആ ഒരു സമയത്ത് ചെക്ക് പോലും ചെയ്യുന്നില്ല. പിന്നെ അവർ നോക്കുന്നത് ചാൽക്കോളിത്തിക്കും ബ്രോൺസ് ഏജും ആയിട്ടുള്ള സ്ത്രീകളുടെ സ്കെലിറ്റൽ റിമൈൻസ് ആണ്. അപ്പം നോക്കുമ്പോഴത്തേക്ക് അതിനേക്കാളും ബോൺ ഡെൻസിറ്റി കുറവാണ്. അപ്പം സ്ത്രീകൾക്ക് എവല്യൂഷനിൽ തന്നെ ബോൺ ഡെൻസിറ്റി കുറവായിരുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എവല്യൂഷനിൽ തന്നെ പൊക്കം കുറവായിരുന്നു, സ്ത്രീകൾക്ക് എവല്യൂഷൻ പരമായിട്ട് തന്നെ അപ്പർ ബോഡി സ്ട്രെങ്ത് ഇല്ലായിരുന്നു, മസ്കുലേച്ചർ കുറവായിരുന്നു എന്നുള്ള രീതിയിൽ എഴുതി വെക്കപ്പെടുകയും അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഡോമിനന്റ് ആയില്ല എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുകയും അത് സൊസൈറ്റിയിൽ ഒരു ലാർജ് സെറ്റ് ഓഫ് ആൾക്കാർ അതിനെ യൂസ് ചെയ്യുകയും ചെയ്തു. എങ്ങനെ യൂസ് ചെയ്ത്? എവല്യൂഷൻ തന്നെ പറയുന്ന സ്ത്രീകൾ വീക്കർ ആണെന്നാണല്ലോ. അപ്പൊ പിന്നെ നമുക്ക് തർക്കിക്കണ്ടല്ലോ, എന്തായാലും ഒരു ലിംഗവിവേചനം ഉണ്ടാവും. കാരണം പൊക്കം കൂടുതലും സ്ട്രെങ്ത് കൂടുതലോ ഉള്ള ആൾക്കാർ സ്ട്രെങ്ത് കുറവുള്ള ആൾക്കാരെ അല്ലെങ്കിൽ പൊക്കം കുറവുള്ള ആൾക്കാരെ ഡോമിനേറ്റ് ചെയ്യുമല്ലോ. അത് ലോജിക്കൽ, ഇത് ലോജിക് അല്ല. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് കൊളോണിയലിസം പോലുള്ള കാര്യങ്ങൾ ശരിയാണ് എന്ന് വാദിക്കുന്നതിലേക്ക് ഇത് എത്തും. അതായത് ഫിസിക്കൽ സ്ട്രെങ്ത് ആണ് എല്ലാത്തിന്റെയും റൂട്ട്, അല്ലെങ്കിൽ ബ്രൂട്ട് ഫോഴ്സ് ആണ്. അതായത് നമ്മൾ ബെറ്റർ ടെക്നോളജി ഉണ്ടെങ്കിൽ നമുക്ക് വേൾഡിനെ കോൺകർ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എപ്പോഴും ഫിസിക്കൽ സ്ട്രെങ്ത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസോ സിഗ്നിഫിക്കൻസോ കൊടുക്കുകയാണെങ്കിൽ കൊളോണിയലിസവും ഈ ഗ്രൂപ്പിൽ തന്നെ പലരും ചെയ്യുന്നത് പോലെ തന്നെ ക്യാപിറ്റലിസം ഒക്കെ ശരിയാണ് എന്ന് അൾട്ടിമേറ്റ്ലി പറഞ്ഞു വെക്കേണ്ടി വരും. കാരണം ഇത് സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ളൊരു കാര്യം അവിടെ ഇല്ലല്ലോ. അതുപോലെ തന്നെ സയന്റിഫിക് ടെമ്പർ എന്ന് നമ്മൾ പറയുമ്പം നമ്മളെല്ലാവരും എഴുതി കാണിക്കുന്ന ആർട്ടിക്കിൾ 51 സയന്റിഫിക് ടെമ്പർ കഴിഞ്ഞിട്ട് ഒരു വേർഡും കൂടെ ഉണ്ട്, ഹ്യൂമനിസം എന്നുള്ളൊരു വേർഡും കൂടി ഉണ്ട്. ഇതില്ലാതെ നമ്മൾ എന്ത് അനലൈസ് ചെയ്താലും, സയൻസിനെ ആണോ സോഷ്യൽ ഫെനോമിനെ ആണോ എക്കണോമിക് ഫെനോമിനെ എന്ത് അനലൈസ് ചെയ്താലും നമുക്ക് അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതിൽ ഒബ്ജക്റ്റിവിറ്റി കുറയാനും ആണ് ചാൻസ്. അപ്പൊ ലിംഗവിവേചനത്തിനെ എവല്യൂഷൻ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് മനുഷ്യരുണ്ട്. ഇനി എവല്യൂഷൻ ഒന്നും യൂസ് ചെയ്യാതെ സ്ത്രീകളുടെ മോർഫോളജിയും സ്ത്രീകളുടെ ശരീരഘടനയും ആണുങ്ങളുടെ ശരീരഘടനയും രണ്ടുപോലെയാണ്, അതുകൊണ്ട് ദൈവം അങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അവരിൽ ലിംഗവിവേചനം കുഴപ്പമില്ല എന്ന് പറയുന്ന മറ്റൊരു ടീമിനെ നമുക്ക് കാണാം. ഇവർ രണ്ടുപേരും ഈക്വലി ഡേഞ്ചറസ് ആണ്.
കാരണം അൾട്ടിമേറ്റ്ലി ഇവര് പേട്രിയാർക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന ഫെമിനിസത്തിനെ എതിർക്കുന്ന മനുഷ്യരാണ്. ഇപ്പം ഈ വീഡിയോ കേൾക്കുന്ന ചിലവരെങ്കിലും ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീ മേൽക്കോയ്മ എന്ന് തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല. ഫെമിനിസം എന്ന് ഉദ്ദേശിക്കുന്നത് ജെൻഡർ ഇക്വാലിറ്റി തന്നെയാണ്. സ്ത്രീയും പുരുഷനും ബാക്കി എല്ലാ ജെൻഡേഴ്സും അവരെല്ലാം തന്നെ ഇക്വാലിറ്റിയോടെ ട്രീറ്റ് ചെയ്യണം എന്ന് വാദിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ഫെമിനിസം. നിങ്ങൾ ഫെമിനിസം എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിന്റെ മാത്രം എന്തോ കാര്യമാണ് എന്ന് വിചാരിക്കരുത്. ഇത് എല്ലാ മേഖലകളെയും ഈ മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ മേഖലകളെയും, ഈ മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ളത് മാത്രമല്ല കേട്ടോ, നമ്മൾ സുവോളജിക്കൽ സ്റ്റഡീസിൽ വരെ ഫെമിനിസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ചില സ്പീഷീസിലുള്ള മൃഗങ്ങളിലുള്ള ഹോമോസെക്ഷൽ ടെൻഡൻസീസ് പഠനവിധേയമാക്കാത്തത്? ഇപ്പൊ പല ഏകദേശം 70-ൽ പരം മറ്റ് മനുഷ്യേതരമായിട്ടുള്ള സ്പീഷീസിൽ ക്യൂർ സ്വഭാവങ്ങളുണ്ട്. പക്ഷെ ഇതൊരിക്കൽ അക്നോളജ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നീടുള്ള പഠനങ്ങളാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മേഖലകളെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അതിനെ തുച്ഛീകരിച്ച് കാണുന്ന ഒരു പ്രവണത നമുക്കുണ്ടല്ലോ. അപ്പൊ അതിനെതിരെയും കൂടെയാണ് ഞാൻ ജനറലായിട്ട് പല വീഡിയോസിലും സംസാരിക്കുന്നത്. ഈ വീഡിയോ അതിനെതിരാണ്. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പലയിടങ്ങളിലും ഇതിനെ നിങ്ങൾ ഇങ്ങനെ കരുതരുത്, നിങ്ങൾ സയൻസിനെ ഇങ്ങനെ ഒരു രീതിയിൽ കാണരുത്, പേട്രിയാർക്കൽ ആയിട്ടുള്ള കണ്ണുകളിൽ കൂടെ മാത്രം കാണരുത്, ഒരു സെറ്റ് ഓഫ് മനുഷ്യരെ മാത്രം പഠിക്കരുത് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ അതിന് ഞാൻ നിങ്ങളെന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് ആരാണ് എന്ന അക്നോളജ് ചെയ്തുകൊണ്ടാണ് ഈ റെസ്പോൺസ് വീഡിയോ വന്നിരിക്കുന്നത്. അത് ഞങ്ങൾ തന്നെയാണ് എന്ന് പറയുന്ന രീതിയിലാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിലും സെക്ഷൽ ഡൈമോർഫിസത്തിനെ കുറിച്ചും ഫെമിനിസ്റ്റ് ബയോളജിയെ കുറിച്ചും സ്ത്രീ പരിണാമത്തിനെ കുറിച്ചും ഒക്കെ ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഒരു എന്താ പറയുന്ന ഒരു ഗ്രാറ്റിഫിക്കേഷനും എനിക്കുണ്ട്. കാരണം ഇവരുടെ വേറെ ടോക്കുകളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. സിസ് മെയിൽ ആയിട്ടുള്ള ഒരു ക്രൗഡും അതേപോലെയുള്ള സംസാരങ്ങളാണ് കാണുന്നത്. അപ്പം അങ്ങനെയെങ്കിലും നിങ്ങൾ എന്നെ ക്രിട്ടിക്ക് ചെയ്യാനാണെങ്കിൽ ഇത് പറഞ്ഞല്ലോ അല്ലെ, എനിക്ക് സന്തോഷമുണ്ട് സഹോദരങ്ങളെ, ഇത് പറയാനുണ്ട്. അത് ഇനിയും വായിക്കാം. ഫെമിനിസ്റ്റ് ബയോളജി ഇൻ പർട്ടിക്കുലർ വായിക്കുക. ഒരുപാട് ലേഖനങ്ങളുണ്ട്. ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ, അതൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇതിൽ ചില മനുഷ്യർ വളരെ ആധികാരികമായിട്ട് അവരുടെ അറിവില്ലായ്മ പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിന് തിരിച്ച് പ്രൂവ് ചെയ്യേണ്ടി വരും. ഇത് പോസ്റ്റ് ട്രൂത്ത് എറയുടെ ഒരു ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഫെമിനിസ്റ്റ് ബയോളജി ഞാൻ വായിച്ചിട്ടില്ല എന്നൊരാൾ പറയുമ്പോഴത്തേക്ക് അത് അയാൾ വായിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു സ്ട്രീം ഇല്ലാത്തത് കൊണ്ടല്ല. കാരണം ഇവര് 2-3 പ്രാവശ്യം വളരെ എന്തോ പുച്ഛത്തോടെ ഫെമിനിസ്റ്റ് ബയോളജിയെ കുറിച്ച് പറയുന്നതും ഈ ബയോളജിസ്റ്റുകൾ ഫെമിനിസ്റ്റ് ആകുമ്പോഴാണോ ഫെമിനിസ്റ്റ് ബയോളജി, അങ്ങനെയുള്ള വളരെ ബാലിഷ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഇവര് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ എൻ്റെ ഒരു അസംഷനാണ്, ചിലപ്പോൾ തെറ്റായിരിക്കും. നമ്മൾ ഒരു സാധനം മാത്രം വായിച്ച് ഈ ലോകത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ ഇരിക്കുമ്പോൾ വരുന്ന പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾക്ക് കുറച്ച് നമ്മുടെ ഫീൽഡിൽ തന്നെ ഒരു വിശാലമായിട്ടുള്ള വായന ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അതിൽ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് എന്താണ്, അപ്രോച്ചസ് എന്താണ്, ഡിഫറെന്റ് മെത്തേഡ്സ് എന്താണെന്നൊക്കെ മനസ്സിലാവും. അപ്പം ഒരു ബയോളജിക്കൽ ഫീൽഡിൽ, ജനറ്റിക് സ്റ്റഡിയുടെ ഫീൽഡിൽ, സുവോളജിയുടെ ഫീൽഡിൽ ഒക്കെ ഉള്ള ഒരു അപ്രോച്ചാണ് ഫെമിനിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതിൽ എൻഗേജ് ചെയ്യുന്നവരെയാണ് ഫെമിനിസ്റ്റ് ബയോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ജനറ്റിസിസ്റ്റ് ആയിട്ടുള്ളതും ബയോളജിസ്റ്റ് ആയിട്ടുള്ളതും സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ളതും കൾച്ചർ സ്റ്റഡീസ് എന്നുള്ളതൊരു നാച്ചുറൽ ഹിസ്റ്ററി ചെയ്യുന്നവരായിട്ട് ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഞാൻ ഈ സ്ക്രീൻ കാണിച്ചിരിക്കുന്നത് തന്നെ നിങ്ങൾ വെറുതെ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഫെമിനിസ്റ്റ് ബയോളജിയുടെ അനവധി അക്കാഡമിക് ആർട്ടിക്കിൾസ് കിട്ടും. ഇപ്പൊ ഇത് JSTOR എന്ന് പറയുന്ന ഒരു അക്കാഡമിക് റെപ്പോസിറ്ററിയാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാ സ്കോളേഴ്സും യൂസ് ചെയ്യുന്ന ഒരു റെപ്പോസിറ്ററിയാണ്. ഇതുപോലെ തന്നെ പല റെപ്പോസിറ്ററീസ് ഉണ്ട്. സ്പ്രിംഗറുടെ ഉണ്ട്, സയൻസ് ഡയറക്റ്റിന്റെ ഉണ്ട്, അങ്ങനെ ഇഷ്ടമാതിരി ഉണ്ട്. ഞാൻ അതിനെ ഒന്ന് അഡ്വർടൈസ് ചെയ്യുന്നതല്ല, പക്ഷെ നമുക്ക് റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ തന്നെ നിങ്ങൾ ഫെമിനിസ്റ്റ് ബയോളജി നോക്കിയാൽ നിങ്ങൾക്ക് ഇതിപ്പോ ഞാൻ ആദ്യത്തെ പേജ് മാത്രമാണ്, എത്ര അധികം ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. 100 കണക്കിന് നിങ്ങൾ ഫെമിനിസ്റ്റ് അപ്രോച്ച് ടു ബയോളജി ഓഫ് വിമൺ, ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫെമിനിസ്റ്റ് ക്രിട്ടിക് ഫോർ കണ്ടംപററി സെൽഫ് സ്റ്റഡീസ്, ഇൻട്രഡക്ടറി ബയോളജിയുടെ പാർട്ടായിട്ടാണ് വരുന്ന അപ്രോച്ച് ടു ഫെമിനിസ്റ്റ് ബയോളജി എന്നുള്ള, ബയോളജിക്കൽ സയൻസ് ആൻഡ് ഫെമിനിസ്റ്റ് വാല്യൂസ്, ഫെമിനിസം ആൻഡ് ദി ബയോളജിക്കൽ ബോഡി, ഇങ്ങനെ 100 കണക്കിന്. ഇത് ഞാൻ എക്സാജറേറ്റ് ചെയ്തേ പറയുന്നതല്ല, നിങ്ങൾക്ക് അത് പോയി ചെക്ക് ചെയ്യാം. ആർട്ടിക്കിൾസ് ഉണ്ട്. അതായത് ഏകദേശം 1960 തൊട്ടുള്ള സമയത്തുള്ള ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പൊ ഈ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വാലിഡ് ആയിട്ടുള്ള ഫീൽഡ് ആണെന്ന് എനിക്കിന്ന് പ്രൂവ് ചെയ്തേണ്ടി വരുന്നത് ഭയങ്കര കഷ്ടമാണ് ആക്ച്വലി.
പക്ഷെ അങ്ങനെയുള്ള ഫീൽഡുകൾ ഉണ്ടെന്നില്ല. അങ്ങനെ അറിവില്ലാത്ത മനുഷ്യരുണ്ടായിരിക്കാമല്ലോ. അവരെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ കൂടിയാണ്. ഇപ്പൊ ഞാനിങ്ങ് വന്നിട്ട് പറയണം മൈക്രോബയോളജി എന്നൊരു ഫീൽഡ് ഇല്ല, ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ തന്നെയാണ് ഈ ഫെമിനിസ്റ്റ് ബയോളജി എന്നുള്ള ഒരു സാധനം ഇല്ല എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു. കാരണം ഒരു മൈനർ അപ്രോച്ച് പോലും അല്ല, മേജർ അപ്രോച്ചാണ്. അത് അപ്പം ഇത് ഒരു 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 സെറ്റ് ഓഫ് ആൾക്കാരിരുന്നു കൊണ്ട് ഞങ്ങളൊക്കെ അക്കാഡമിക് ഭാഷയിൽ പറയാം അക്കാഡമിക് ഗേറ്റ് കീപ്പിംഗ് എന്ന്. അതായത് ഞങ്ങൾ മാത്രം സയൻസ് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം ഇത് ഹിസ്റ്ററിയിലൊക്കെ ഉള്ളൊരു എന്താണ് ഒരു പ്രവണതയാണ്. ഞങ്ങൾ മാത്രം ഹിസ്റ്ററി പറഞ്ഞാൽ മതി, ഞങ്ങളൊരു സെറ്റ് ഓഫ് മനുഷ്യരുണ്ട്, ബാക്കിയുള്ളവർ ഹിസ്റ്ററി പറയണ്ട. അങ്ങനെ അവരവരെ ദ്വാരപാലകരാണ്. ഇതിലോട്ട് വേറെ സെറ്റ് ഓഫ് മനുഷ്യരൊന്നും വരരുത്, നമ്മൾ പറയുന്നത് മാത്രമാണ് ശരി. അങ്ങനെ ഒരു ഗേറ്റ് കീപ്പിങ്ങിന്റെ ഒരു എന്താ പറയുന്നത്, അങ്ങനെ ഒരു ലാഞ്ചന ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഇതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ കാണിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ എവല്യൂഷന്റെ സമയത്ത് തന്നെ എവല്യൂഷണറി റീസൺ കാരണമാണ് ആണുങ്ങൾ കൂടുതൽ ഡോമിനന്റ് ആകുന്നത്. പരിണാമപരമായിട്ടുള്ള കാര്യങ്ങൾ കാരണമാണ് ആണുങ്ങൾ കൂടുതൽ ഫിസിക്കലി സ്ട്രോങ് ആകുന്നതെന്നും അവർ ഭയങ്കര അഗ്രസീവ് ആകുന്നതും ഡോമിനന്റ് ആകുന്നതും ഒക്കെയുള്ള ഈ എവല്യൂഷൻ കേന്ദ്രീകൃതമായിട്ടുള്ള സെക്സിസം, ന്യൂറോസെക്സിസം പോലെ തന്നെ ഒരുപാട് വർഷങ്ങൾ നിലനിന്നിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ 60-കളിൽ 70-കളിൽ സ്കൂളിൽ പോയിട്ടുള്ള ഒരുപാട് പേര് ഇതാണ് പഠിച്ചത്. ഫെമിനിസ്റ്റ് ബയോളജിസ്റ്റ് ആയിട്ടുള്ളവര് വന്ന് ഇതേ ഡേറ്റ അല്ലെങ്കിൽ ഇതേ സെറ്റ് ഓഫ് ആനിമൽസിനെ പഠിക്കുമ്പോഴാണ് ഇല്ല നമ്മൾ ചിമ്പാൻസികളിൽ നിന്ന് മാത്രമല്ല, നമ്മൾ ബോണോബോസിൽ നിന്നും കൂടെ ഇവോൾവ് ചെയ്തയാണ്. ഈ ഒറ്റ ലീനിയർ ആയിട്ടുള്ള ഒരു എവല്യൂഷൻ അല്ല മനുഷ്യനുണ്ടായിട്ടുള്ളത്. വെബ്ഡ് പാറ്റേണിൽ പല പല അനിമൽസിൽ നിന്ന് പല പല ജീൻ പൂളുകളിൽ നിന്ന് ജീൻസ് ഒരുമിച്ച് വന്നാണ് ഒരു ഹോമോസാപ്പിയൻ എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ഉണ്ടായി മാറിയത്. അപ്പൊ ഈ ഹോമോസാപ്പിയന്റെ ഹിസ്റ്ററി എടുത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിന് ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞിട്ടുള്ള യുവൽ നോഹ ഹരാരിയാണ്. ഞാൻ ഹരാരി പറഞ്ഞാണ് ഇഷ്ടപ്പെടാത്തതിന്റെ ഒരു റീസൺ തോന്നുന്നു. പക്ഷെ ഇവരൊരു മേജർ ഇഷ്യൂ, അത് ഭയങ്കര വലിയ കണ്ടുപിടുത്തം പോലെ ഒരു മേജർ ഇഷ്യൂ ഇവർ പറയുന്നത്, ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ചിമ്പാൻസികളിൽ നിന്ന് മാത്രമല്ല ബോണോബോയിൽ നിന്നും കൂടിയാണ് മനുഷ്യൻ ഉണ്ടായത്. അങ്ങനെ അല്ല പറയേണ്ടിരുന്നത്. മനുഷ്യനിലേക്ക് പരിണമിച്ച് വരുന്നു. മറ്റൊന്ന് വേറൊരു ലൈനിലേക്ക് പോകുന്ന ഒരു പോപ്പുലേഷൻ ആണ്. ആ പോപ്പുലേഷൻ ഏതാണ്ട് 1 മില്യൺ വർഷങ്ങൾക്ക് മുൻപ്, 1 മില്യൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് 2 സ്പീഷീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതൊന്ന് ബൊണോബോയും ഒന്ന് എന്താണ് ചിമ്പാൻസി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ചിമ്പാൻസിയും ബൊണോബോയും മനുഷ്യരും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇവ മൂന്നും ഒരു പൊതുപൂർവികനെ പങ്കിട്ടിരുന്നു എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ പറയുന്ന 3-ൽ നിന്നും അല്ല നമ്മൾ ഉണ്ടായിട്ടുള്ളത്, മറിച്ച് ഒരു പൊതുപൂർവികനിൽ നിന്നുള്ളതാണ്. സമകാലികരായിട്ടുള്ള ആളുകളാണ്. അതെ, ഇവരെല്ലാം സമകാലികരായിട്ടുള്ള. ഇതാണ് ഇവർ ഭയങ്കര കണ്ടുപിടുത്തം പോലെ പറയുന്ന ഒരു സാധനം. അപ്പൊ എനിക്കിത് ഭയങ്കര ബാലിശമായിട്ടാണ് തോന്നുന്നത്. കാരണം ഞാൻ ഈ ചിമ്പാൻസി ബോണോബോ പറഞ്ഞു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെന്റൻസ് തന്നെ പറയുന്നത് വെബ്ഡ് പാറ്റേൺ ആയിട്ടുള്ള എവല്യൂഷൻ ആണ്, എന്താണ് ഒരു കോമൺ ജീൻ പൂളിൽ നിന്നാണ് അവരെല്ലാം വന്നത്. അതുകൊണ്ട് നമ്മൾ ഈ എവല്യൂഷന്റെ ഇമ്പാക്റ്റ് ഒരു ജീവിയിൽ നിന്ന് മാത്രമല്ല ട്രേസ് ചെയ്യേണ്ടത്, പല പല ജീവികളിൽ നിന്നാണ് ട്രേസ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ജനറൽ വാദം. കാരണം ഈ ജനറൽ വാദം പറയുന്നത് എന്താ, ചിമ്പ് സ്റ്റഡീസ് വെച്ചിട്ടാണ് മനുഷ്യന്റെ ഏർലി ബിഹേവിയർ ആൾക്കാർ അളന്നിട്ടുള്ളത്. അപ്പൊ ചിമ്പ് സ്റ്റഡീസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു പാക്ക് ലീഡ് ചെയ്യുന്നത് അവിടെയുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പുരുഷ ചിമ്പാൻസിയാണ്. അതുപോലെ തന്നെ ആയിരുന്നു ഹണ്ടിങ് ഗാദറിങ് സമയത്തുള്ള ഏർലി ഹൊമിനിഡ്സുകൾ എന്നുള്ള ഒരു വാദം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ ചിമ്പിൽ നിന്ന് ഡയറക്ട്ലി മനുഷ്യൻ ഉത്ഭവിച്ചെന്നോ ബോണോബോയിൽ നിന്ന് ഡയറക്ട്ലി മനുഷ്യൻ ഉത്ഭവിച്ചെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇതിനെല്ലാം ഒരു പല പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനുകളിൽ നിന്നാണ് വന്നതെന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വളരെ ഈസി ആയിട്ട് ഇവർ പറയുന്ന തെറ്റാണെന്ന് പറയാം. കാരണം ഒരു പൂർവികനിൽ നിന്നല്ലല്ലോ വന്നത്, അത് പൂർവികൻ എന്നാണ്, പൂർവിക ആയിക്കൂടെ. കോമൺ ആൻസിസ്റ്ററിനെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് പുല്ലിംഗത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് ചോദിക്കാം. ഞാൻ ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ബാലിഷാണ്. കാരണം ഒരു സെറ്റ് ഓഫ് കോമൺ ആൻസിസ്റ്റേഴ്സിൽ നിന്നല്ലേ നമ്മൾ വന്നത്, അല്ലാതെ ഒരു ജീവിയിൽ നിന്നല്ലല്ലോ വന്നത്. അപ്പൊ ഒരു കോമൺ പൂർവികൻ എന്നിവിടെ പറയുന്ന യൂസേജ് തെറ്റല്ലേ എന്നെനിക്ക് വാദിക്കാം. അത് ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുന്നതല്ലേ എന്ന്.
എന്നെനിക്ക് ചോദിക്കാം. പക്ഷെ ഇതൊരു ബാലിഷ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പറയുന്നതിന്റെ ലിറ്ററൽ അർത്ഥമല്ലല്ലോ നമ്മൾ എടുക്കണ്ടേ. അതിന്റെ ജനറിക് അർത്ഥം എന്താണ്, അത് ലാർജർ ആർഗ്യുമെന്റിൽ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവർക്ക് ഈ ജനറലി ഈ ലിറ്ററൽ എന്താ പറയുക, കാര്യങ്ങളെ ലിറ്ററലി എടുക്കുന്ന ഒരു അസ്ക്യത ഇങ്ങനെ ജനറലി ഉണ്ട്. ഈ യുവാൽ നോഹ ഹരാരിയെ കുറിച്ച് ക്രിട്ടിക്ക് ചെയ്യുന്ന അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹരാരി എവിടെയോ ഒരു ഹോമിനിഡിന് ഒരു ചിമ്പാൻസി മകളും പിന്നെ അടുത്തത് ജനിച്ചത് ഹ്യൂമൺ ആണെന്നും എന്നുള്ള രീതിയിൽ അത് അദ്ദേഹം ലിറ്ററലായിട്ടേ അല്ലത് പറയുന്നത്. അത് വായിക്കുമ്പോൾ അത് വായിക്കുന്ന ആർക്കാണെങ്കിലും മനസ്സിലാകും. നമ്മൾ ഇമാജിൻ ചെയ്യും ഒരു സ്പീഷീസ് തന്നെ രണ്ട് രീതിയിലുള്ള പല സ്പീഷീസിന് ജന്മം കൊടുക്കുന്നത് നമുക്ക് അത് ഒബ്വിയസ് ആണ്. അപ്പൊ ഹരാരി ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതുന്നതാണ്. അതിനെ ലിറ്ററലായിട്ട് എടുത്തിട്ട് അതിന്റെ പുറകിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അതിനവർക്ക് അവരുടേതായ റീസൺസ് ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ എന്റെ വീഡിയോ യൂസ് ചെയ്ത് അത് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ ഒരു ലാർജർ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞൊരു കാര്യമാണ്. ഇനി ഞാൻ വേറൊരു കാര്യം കാണിക്കാവേ. ഇദ്ദേഹം, അതായത് ഇതിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ആര്യന്മാരുടെ ജീനുകൾ എന്ന് പറഞ്ഞിട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പൊ അതിനകത്ത് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്നുള്ളത് നമുക്ക് ആദ്യം അറിയേണ്ടത്, ആര്യൻ എന്ന് പറയുന്ന പദം എവിടെയാണ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. ആര്യൻ എന്ന് പറയുന്ന പദം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ഇന്ത്യയിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന പുസ്തകമായ ഋഗ്വേദത്തിലാണ്. തെറ്റ്. അപ്പൊ തന്നെ തെറ്റിയത്. ആരാണ് ആര്യൻ എന്ന് പറഞ്ഞപ്പോഴേ തെറ്റി. ഇന്ത്യയിൽ രചിക്കപ്പെട്ടതല്ല ഋഗ്വേദം. ഋഗ്വേദം എന്ന് പറയുന്നത് ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പ്രോട്ടോ ഇൻഡോ ആര്യൻ സ്പീക്കിംഗ് പീപ്പിൾ എന്ന് റോമില താപ്പർ ഉൾപ്പെടെയുള്ള ചരിത്രകാര് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ഈ മൈഗ്രേഷന്റെ കഥ പറയാൻ വേണ്ടി, മൈഗ്രേഷന്റെ കഥ പറയാൻ പറ്റില്ല, മൈഗ്രേഷന്റെ ഒരുപാട് ഡിസ്ക്രിപ്ഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതുന്നതാണ്. അതിന്റെ ലിംഗ്വിസ്റ്റിക്കും ആർക്കിയോളജിക്കലും ഹെർമന്യൂട്ടിക്കും ആയിട്ടുള്ള അനാലിസിസ് ഒക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവരെ കൃത്യമായിട്ട് പറയുന്നത് ഇന്ത്യയിൽ എഴുതപ്പെട്ടിട്ടുള്ള വർക്കല്ല എന്നുള്ളത്. പക്ഷെ ഞാനിത് അദ്ദേഹത്തിനെ അക്യൂസ് ചെയ്യുന്നില്ല. കാരണം ഇദ്ദേഹം കുറെ കൂടെ മുമ്പോട്ട് പോയിട്ട് പറയുന്നുണ്ട് അത് ഇറാൻ, അഫ്ഗാനിസ്ഥാൻ പ്രദേശങ്ങളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നവരാണ്. പക്ഷെ എനിക്ക് ഈ ഒരു സെന്റൻസ് എടുത്തിട്ട് വേണമെങ്കിൽ ഇദ്ദേഹം പറഞ്ഞത് കംപ്ലീറ്റ്ലി തെറ്റാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഋഗ്വേദം എഴുതപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തെ ഋഗ്വേദം എന്ന പുസ്തകമല്ല, വേഴ്സസ് ആണ്. പുസ്തകമായിട്ട് രചിക്കപ്പെട്ടത് എത്രയോ നാള് കഴിഞ്ഞിട്ടാണ്. ഗുപ്ത കാലഘട്ടമൊക്കെ എത്താറാകുമ്പോഴാണ് ഇതിന് ഒരു മാനുസ്ക്രിപ്റ്റ് ഫോം എങ്കിലും ഉണ്ടാകുന്നത്. അതുവരെ ഇത് വാമൊഴിയായിട്ട് നടക്കുന്ന സാധനം. ഈ ഒരു സെന്റൻസ് വെച്ച് എനിക്ക് ഇങ്ങനെ അതിൽ ഓരോരോ വേർഡ് വെച്ചിട്ട് എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. ബട്ട് ദാറ്റ് വിൽ ബി ജുവനൈൽ, നോ, എക്സ്ട്രീംലി ജുവനൈൽ. ഇനി അദ്ദേഹം പറയുന്നേക്കാം. ഋഗ്വേദം നമുക്കറിയാം ഇന്ദ്രനെയും അതുപോലെ പല ദേവന്മാരെയും സ്തുതിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. ഇന്ന് നമ്മൾ കാണുന്ന സംസ്കൃതം അല്ലെങ്കിൽ സാൻസ്ക്രിറ്റിന്റെ ഏറ്റവും പ്രിസ്റ്റൈൻ ഫോം ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള വേദിക് സാൻസ്ക്രിറ്റ് എന്ന് പറയുന്ന ഒരു ഫോർമർ വെർഷനിലാണ് ഇത് എഴുതിയിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ട് ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലും ഒക്കെ ഋഗ്വേദം അവൈലബിൾ ആണ്. ഈ പുസ്തകത്തിലാണ് ആദ്യമായി ആര്യൻ എന്ന പദം വരുന്നത്. അപ്പോ ദിലീപ് പറയാറുണ്ട്, ഞാൻ എന്നെ തന്നെ വിളിക്കുന്ന പേരാണ് വിമൽ കുമാർ എന്ന് പറയുന്നത് പോലെ ഈ ഈ പുസ്തകം എഴുതിയ, ഋഗ്വേദം എഴുതിയ ആൾക്കാർ അവരെ തന്നെ വിളിക്കുന്ന പേരാണ് ആര്യന്മാർ. ഇതും ഇത്രയും പറഞ്ഞതിലും ഒരുപാട് തെറ്റുകളുണ്ട്. അതിൽ 2-3 മേജർ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് ചൂണ്ടിക്കാണാൻ പറ്റുന്ന, അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നതുകൊണ്ട് പറയുന്നത്, സംസ്കൃതത്തിന്റെ പ്രിസ്റ്റീൻ ഫോം ഒന്നും അല്ല വേദിക് സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത്. സംസ്കൃതത്തിന്റെ ഒരു ഫോം, അതില് എന്താ പറയുന്നത്, പ്രിസ്റ്റീൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു ഫോം സംസ്കൃതത്തിൽ. കാരണം സംസ്കൃതം എന്നുള്ള വാക്ക് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. പല കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്നത്, സംസ്കരിക്കപ്പെട്ട എന്നുള്ള രീതിക്കുള്ള ഒരു മീനിങ് ഉണ്ട്. ഇതിനകത്ത് പല കമന്ററികളിൽ ഈ ഒരു മീനിങ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രിസ്റ്റീനിറ്റി പറയാൻ പറ്റാത്ത ഒരു ലാംഗ്വേജ് ആണ് സംസ്കൃതം എന്ന് പറയുന്നത്. അതുമല്ല, ഇദ്ദേഹം പറയുന്നത് ആ സൊസൈറ്റി അവരെ തന്നെ വിളിച്ചത് ആര്യന്മാരാണത് അബ്സല്യൂട്ട്ലി തെറ്റാണ്.
ആ സൊസൈറ്റി അവരിലുള്ള ചില മനുഷ്യരെ, ഫുൾ സൊസൈറ്റീനെ ആര്യൻ സൊസൈറ്റി എന്ന് അവർ വിളിക്കുന്നില്ല. അതിൽ തന്നെ ഞാൻ മറ്റൊരു ബിജ്മോഹന്റെ ചാനലിൽ തന്നെ മറ്റൊരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഗ്രൂപ്പിൽ തന്നെ ആര്യന്മാരുണ്ട്, ദാസന്മാരുണ്ട്, കുരു എന്ന് വിളിക്കുന്ന പേരുണ്ട്, കുരു എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ ഒണോറിഫിക് ആയിട്ട് ആരെയെങ്കിലും ഒരു സ്പെഷ്യൽ സംബോധന, അപ്പൊ അത് വീരത്വം ഉള്ള ആൾക്കാരെ ആയിരിക്കാം, ഉന്നത കുലം എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ ആയിരിക്കാം, രജന്യ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലെ ആൾക്കാരെ ആയിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കാൻ യൂസ് ചെയ്തിരുന്ന വേർഡാണ് ആര്യ എന്നുള്ളത്. പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് ഇന്ദ്രനെ മറ്റു ദൈവങ്ങളെയും പൂജിക്കാൻ വേണ്ടി എഴുതിയ വർക്കാണെന്ന്. അങ്ങനെ പൂജിക്കാൻ വേണ്ടി മാത്രമല്ല, അതില് ഒരു സെറ്റ് ഓഫ് ഹിംസ് ഇന്ദ്രനുണ്ട്, ഒരു സെറ്റ് ഓഫ് ഹിംസ് വായുവിനുണ്ട്. പക്ഷെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അവർക്ക് ഈ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കഥ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം, അതിലൊരു ശത്രു ഉണ്ട്. അവര് വിളിക്കുന്ന പേരാണ് ദാസ. ദാസ എന്നുള്ള പദത്തിന് സംസ്കൃതത്തിൽ പല അർത്ഥങ്ങൾ സംസ്കൃതത്തിലുണ്ടെങ്കിലും സംസ്കൃത പണ്ഡിതന്മാർ പറയുന്നത് ഋഗ്വേദത്തിൽ ഇതിന് ഒരു പ്രത്യേക കോണ്ടക്സ്റ്റിൽ നമുക്കൊരു പ്രത്യേക അർത്ഥം കൊടുക്കാം. 3 തരം അർത്ഥമാണുള്ളത്. ദാസ എന്നുള്ള അർത്ഥത്തിന് സെർവന്റ് എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്, ഡിവോട്ടി അല്ലെങ്കിൽ ഭക്തൻ എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്, അടിമ എന്ന് പറയുന്ന സ്ലേവ് എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്. ഇവിടെ സ്ലേവ് അല്ലെങ്കിൽ ഒരു ശത്രു എന്നുള്ള രീതിയിലാണ് ഋഗ്വേദത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് സംസ്കൃത പണ്ഡിതന്മാരെല്ലാം പറയുന്നത്. ഇത് ഒന്ന് പറയേണ്ടത് ഏത് സംസ്കൃത പണ്ഡിതന്മാരാണ് എന്ന് അദ്ദേഹം സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതൊരു 3 വർഷം മുമ്പ് വന്ന ടോക്ക്, 3-4 വർഷം മുമ്പ് വന്നൊരു ടോക്കാണ്. കഴിഞ്ഞ ഒരു 1960s തൊട്ട് ഉള്ള പഠനങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദാസ എന്ന് പറയുന്നത് സ്ലേവ് എന്നുള്ള അർത്ഥത്തിൽ ഋഗ്വേദ കാലഘട്ടമല്ല, അത് കഴിഞ്ഞ് ഒരുപാട് കാലഘട്ടം കഴിഞ്ഞിട്ടാണ് സ്ലേവ് എന്നുള്ളൊരു അർത്ഥം അതിന് വരുന്നത്. ശത്രു എന്നുള്ളൊരു അർത്ഥത്തിൽ അതിനകത്ത് യൂസ് ചെയ്യുന്നതേ ഇല്ല. എന്നാൽ ഇവരുടെ ഒരു റൈവൽസ് ആയിട്ട്, കാരണം ആ ഒരു സമയത്ത് ഇങ്ങനെ എനിമി എന്നൊന്നും വിളിക്കാൻ നേഷൻ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ, ചെറിയ ചെറിയ കൂട്ടങ്ങളാണ്. അപ്പൊ ഈ ചെറിയ ചെറിയ കൂട്ടങ്ങളുടെ എതിരികളായിട്ട്, ശത്രു അല്ല എതിരികളായിട്ട് വരുന്നത് പാണീസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനെയാണ്. ഇൻഫാക്ട് ദാസ എന്നുള്ള ഒരു ഗ്രൂപ്പിനെ ഋഗ്വേദിക് സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ദേ വർ വെരി മച്ച് പാർട്ട് ഓഫ് ദി ആര്യൻ സൊസൈറ്റി. അതുകൊണ്ടാണ് ഇപ്പം അതിന് ഏറ്റവും നല്ല ഒരു എക്സാമ്പിൾ തരുന്നത്, എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് ഉപിന്ദർ സിംഗിന്റെ ഹിസ്റ്ററി ഓഫ് ഏൻഷ്യന്റ് ആൻഡ് ഏർലി മിഡീവൽ ഇന്ത്യ എന്ന് പറഞ്ഞ ടെക്സ്റ്റ്. നമ്മുടെ UPSC-ക്കൊക്കെ പ്രിപ്പയർ ചെയ്ത ആൾക്കാർ പോലും വായിക്കുന്ന ടെക്സ്റ്റാണ്. പക്ഷെ അത് നല്ലൊരു ഹിസ്റ്റോറിക്കൽ വർക്കും കൂടെയാണ്, സിമ്പിൾ ലാംഗ്വേജ് ആണ്. അതിനകത്ത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദാസ എന്നുള്ളത് ആ സൊസൈറ്റിയിൽ സ്ലേവ് ആയിരുന്നെങ്കിൽ സുദാസ എന്ന് പറഞ്ഞൊരു രാജാവിനെ കുറിച്ച് അതിനകത്ത് പരാമർശം വരില്ലല്ലോ. അത് ഈ സുദാസൻ എന്ന് പറഞ്ഞ ബൃഹദ്ദാസ എന്നുള്ള പേരുകളുണ്ട്, മഹാദാസ എന്നുള്ള പേരുകളുണ്ട്. ഇവര് ഒന്നും സ്ലേവുകൾ അല്ല. പല ഈ ഗ്രൂപ്പിനകത്ത് തന്നെയുള്ള പോരിന് പോയിരുന്ന മനുഷ്യരും ഈ ഗ്രൂപ്പിനകത്ത് തന്നെയുള്ള ചെറിയ ലീഡേഴ്സ് ആയിട്ടുള്ള മനുഷ്യർ. കാരണം രാജാക്കന്മാരൊന്നും ഇല്ലാത്ത കാലഘട്ടമാണെന്ന് അറിയിക്കണം, അതിന് മുമ്പുള്ള മൂപ്പന്മാരൊക്കെ ഉള്ള കാലഘട്ടമാണ്. അപ്പൊ അതിലുള്ള ഒരു മൂപ്പന്റെ പേരാണ് ഈ സുദാസൻ എന്നുള്ള പേര്. അപ്പം ബാറ്റിൽ ഓഫ് ദ 10 കിങ്സ്, 10 കിങ്സ് എന്ന് ഇവിടെ തെറ്റായിട്ട് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. 10 മൂപ്പന്മാരുടെ ഒരു യുദ്ധത്തിനെ കുറിച്ച്. ആ യുദ്ധം ജയിക്കുന്നത് ഈ സുദാസനാണ്. അപ്പൊ വെരി ക്ലിയർലി ഇതായത് റോമില താപ്പർ ഏർലി ഇന്ത്യ എഴുതി കഴിഞ്ഞിട്ട് ഏകദേശം 20 വർഷം കഴിഞ്ഞിട്ടാണ് ഉപേന്ദർ സിംഗ് ഇത് എഴുതുന്നത്. ഏർലി ഇന്ത്യയിൽ നോക്കിയാൽ തന്നെ, അതായത് ബേസിക് ആയിട്ടുള്ള ഇപ്പോഴുള്ള ഹിസ്റ്ററിയിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, സ്ലേവ് എന്നുള്ളത് നമുക്ക് പിന്നീടാണ് ഈ ദാസൻ എന്നുള്ളത് സ്ലേവ് ആയിട്ടുള്ള അർത്ഥം വരുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ആര്യ എന്ന് യൂസ് ചെയ്യുന്ന പോലെ തന്നെ മറ്റൊരു എപ്പിത്തറ്റ് ആയിട്ട്, മേ ബി അതൊരു കുടുംബ പേരായിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലാനിന്റെ പേരായിട്ടോ ഒക്കെ യൂസ് ചെയ്തിരുന്ന കാര്യങ്ങളാണ് തന്നെ. അപ്പോ ഈ ഋഗ്വേദത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഈ ഋഗ്വേദം ഞാൻ പറഞ്ഞല്ലോ ഇന്ദ്രനെ സ്തുതിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഒരു കൃതിയാണ്. ഇതിനകത്ത് ഇന്ദ്രനെ സ്തുതിക്കുന്നത് എന്തിനെന്ന് വെച്ചാല്, ദാസ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അടിച്ചു പൊട്ടിച്ച് അവരുടെ നാടും വെള്ളവും ഒക്കെ നമുക്ക് സ്വന്തമാക്കണം. തെറ്റാണ്. ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരു അബ്സല്യൂട്ട്ലി സെൻട്രൽ ഡീറ്റി ഒന്നും അല്ല. പല പല ദേവതാ സങ്കല്പങ്ങൾ, സവിതുർ എന്ന് പറഞ്ഞ ദേവതാ സങ്കല്പമുണ്ട്, അഗ്നി എന്ന് പറഞ്ഞ ദേവതാ സങ്കല്പമുണ്ട്, വരുണൻ എന്ന് പറഞ്ഞ
ദേവതാ സങ്കല്പമുണ്ട്. സൂര്യൻ ഒരു ദേവതാ സങ്കല്പമാണ്. ഇങ്ങനെ ഒരുപാട് ദേവതാ സങ്കല്പങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അവർക്കെല്ലാം ഹിംസ് പറയുന്നുണ്ട്. ഈ ഇന്ദ്രനോടൊപ്പം തന്നെ സിഗ്നിഫിക്കന്റ് ആണ് വരുണൻ, വരുണനോടൊപ്പം തന്നെയാണ് സിഗ്നിഫിക്കന്റ് ഉള്ളത് സൂര്യൻ. പക്ഷെ എനിക്ക് ഇത് ഈ ഒരു സ്ഥലത്തു നിന്നും കിട്ടാത്തൊരു തിയറിയാണ് ഈ ദാസന്മാരെ തോൽപ്പിക്കാൻ വേണ്ടി ഇന്ദ്രനെ പ്രാർത്ഥിക്കും. ഇന്ദ്രനെ കുറിച്ച് പുരന്ധരൻ എന്ന് പറഞ്ഞിട്ട് ഒരു കൈൻഡ് ഓഫ് റെഫറൻസ് വരുന്നുണ്ട്. അത് കോട്ടകൾ, അത് പാണികളുടെ കോട്ടകളെ തകർക്കാൻ വേണ്ടിയുള്ള റെഫറൻസ് ആണ് പറയുന്നത് തന്നെ. അത് ആ സമയത്ത് കോട്ട എന്നുള്ളതിന്റെ മീനിങ് വേറെയാണ്. ഇദ്ദേഹം ഇവിടെ പറയുന്ന നാട് പിടിച്ചെടുക്കാൻ, നാടെന്നുള്ള ഒരു ഐഡിയ ഒന്നും ആയിട്ടില്ല ആ ഒരു സമയത്ത്. കാരണം എന്താ, ഇവര് സെമി നൊമാഡിക് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോഴും അഗ്രോ പാസ്റ്ററലിസ്റ്റ് ആയിട്ടുള്ള, അതായത് ഇൻഡസിന്റെ 7 കൈവഴികളുടെ ബാങ്ക്സിൽ ജീവിച്ചുകൊണ്ടിരുന്ന, സിന്ധുവിന്റെ 7 സിന്ധു ഉൾപ്പെടെയുള്ള 7 ആ ഒരു റിവർ സമൂഹത്തിന്റെ ബാങ്ക്സിൽ ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യർ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിനിലേക്ക് പതുക്കെ പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ചരിത്ര ഋഗ്വേദത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ്, അത് 10ാമത്തെ മണ്ഡലമൊക്കെ പിന്നീടുള്ള അഡീഷൻ, അതിലൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം ജനറലി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു മൈഗ്രേഷന്റെ കഥ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇറാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സിന്ധുവിന്റെ ബാങ്ക്സിലേക്കും, സിന്ധുവിന്റെ ട്രിബ്യൂട്ടറീസിന്റെ ബാങ്ക്സിലേക്കും, അവിടെ നിന്ന് ഇൻഡോ ഗാൻജറ്റിക് ദുആബിലേക്കും ഇങ്ങനെ അവർ പൊക്കോണ്ടിരിക്കും. മൈഗ്രേറ്ററി ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നാടെന്നുള്ള ഐഡിയയെ ഇല്ലാത്ത മനുഷ്യരാണ്. പിന്നീടുള്ള ക്ലെയിംസ് ആഗ്രഹത്തോടെ ഇങ്ങനെ ഇന്ദ്രനെ സ്തുതിക്കുകയാണ്. അവരുടെ കോട്ടകളെല്ലാം നശിപ്പിച്ച് നമുക്കിത് നേടിത്തരണം എന്നൊക്കെയാണ് ഇത് മൊത്തമായിട്ട് പറയുന്നത്. അപ്പോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മൊത്തമായിട്ടൊന്നും പറയരുത്, അതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ദ്രൻ അതില് ഒരു വളരെ ചെറിയ എന്ന് പറയാൻ പറ്റും, എന്നാലും ഒരു അംശം മാത്രമാണ്. ഇപ്പൊ ഋഗ്വേദത്തിന് എനിക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടി വരേണ്ട ഒരു കഷ്ടകാലം ആലോചിച്ച് നോക്കുക. ണോ എന്നറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പല കാലങ്ങളിലായി ചർച്ച നടന്നിട്ടുണ്ട്. ഇത് ഈ പറയുന്ന പോലെ ഇങ്ങനെ ഇത് ആരൊക്കെയായിരുന്നു ഈ ആര്യനും ദാസനും, ഇവര് പറയുന്ന കോട്ടകളൊക്കെ യഥാർത്ഥത്തിൽ നിലവിലുണ്ടായിരുന്നതാണോ എന്നറിയാനുള്ള ഒരു എന്താ പറയാ ഒരു ക്യൂരിയോസിറ്റി 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ചരിത്രപരമായിട്ടുള്ള എക്സ്കവേഷൻസ് നടന്ന് കണ്ടെത്തിയതാണ് നമ്മൾ ഇന്ന് പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇദ്ദേഹം പറയുന്നത് അങ്ങനെ കണ്ടെത്തിയതാണ്. എന്തൊരു പ്രശ്നം പിടിച്ചൊരു ആർഗ്യുമെന്റ് ആണെന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഈ ഋഗ്വേദ സമയത്ത് കോട്ടകളെ കുറിച്ചുള്ള പരാമർശം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ കോട്ടകൾ കണ്ടെത്താൻ വേണ്ടി തപ്പി പോയപ്പോൾ കിട്ടിയതാണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന. മൈ ഗോഡ്, നമുക്കറിയാം ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ളത് പാകിസ്ഥാനിലാണ് ഇത് ഇപ്പോൾ ഉള്ളത്, സിന്ധ് ബലൂചിസ്ഥാൻ ഏരിയയിലാണ് ഉള്ളത്. അപ്പൊ ആ ഒരു സ്ഥലത്ത് 2 രീതിക്കാണ് ഇതില് സൈറ്റുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഒന്ന്, റെയിൽവേ പാളത്തിന് സ്ഥലം എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് അവശിഷ്ടങ്ങൾ കാണുകയും അങ്ങനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും അത് എക്സ്കവേറ്റ് ചെയ്തപ്പോൾ കിട്ടുകയും ചെയ്യുന്നു. 2, അവിടെ ഓൾറെഡി ഒരു കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ കുന്നിന് മൊഹൻജദാരോ എന്നുള്ള പേര് ഉണ്ട്. അതൊരു ബുദ്ധിസ്റ്റ് സ്ഥലമാണെന്ന് വിചാരിച്ചിട്ടാണ് അത് ആദ്യം എക്സ്കവേറ്റ് ചെയ്യുന്നത്. എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ ഇതിനേക്കാളും പുരാതനമാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെയാണ് അവിടെ എക്സ്കവേഷൻ നടക്കുന്നത്. അല്ലാതെ ഋഗ്വേദത്തിലുള്ള എവിഡൻസ് തപ്പിപ്പോയപ്പോൾ കിട്ടിയതിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വളരെ ഏർലി ആയിട്ടുള്ള ആർക്കിയോളജിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നു. ഈ ഋഗ്വേദത്തിൽ പറയുന്ന കോട്ടകളാണോ ഇതെന്ന് അത് അന്നേ തന്നെ, അതായത് ആ ഒരു സമയത്ത് തന്നെ കൊളോണിയൽ ആർക്കിയോളജി നിലനിന്നിരുന്ന ആ സമയത്ത് തന്നെ ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ക്ലെയിം അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം. ഈ സിന്ധു നദീതട സംസ്കാരം ഒരു കോട്ട പോലെയാണ്. ഇത് ആണോ ഋഗ്വേദത്തിലെ കോട്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്നുള്ളതാണ് ഉത്തരം. അതല്ല എന്നാണ് ഉത്തരം. അത് പ്രൂവ് ചെയ്ത് ഒരുപാട് വർഷങ്ങൾ മുമ്പേ തന്നെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഷെറീൻ രത്നാകരൊക്കെ ഇപ്പം കരയുന്നുണ്ട്, ഇത് കേട്ടിട്ട് ദേഷ്യപ്പെടുന്നുണ്ടാവും. കരയും എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അവര് എത്ര സീരീസ് ഓഫ് ടെക്സ്റ്റുകൾ വന്നിട്ടുണ്ടെന്നറിയാവോ ഇതിനെക്കുറിച്ച്. ഷെറീൻ രത്നാകരുടെ വർക്ക് വന്നിട്ടുണ്ട്, കെനോയറുടെ വർക്ക് വന്നിട്ടുണ്ട്, പർപ്പോളയുടെ വർക്ക് വന്നിട്ടുണ്ട്, വിറ്റ്സലിന്റെ വർക്ക് വന്നിട്ടുണ്ട്. കാരണം ഈ ആർക്കിയോളജിസ്റ്റുകൾക്കെല്ലാം ക്യൂരിയോസിറ്റി ഉളവാക്കുന്ന ഒരു സാധനമാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. അതുകൊണ്ട് ഒരുപാട് വർക്കുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ വർക്കിലെല്ലാം തന്നെ പ്രൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പം ആർക്കിയോളജിസ്റ്റ് ഇപ്പൊ എന്ന് പറയുന്നത് ഈ 1970s കാലഘട്ടമാണ് ഉള്ളൊരു കൺസെൻസസ് എന്ന് പറഞ്ഞാൽ വേദിക് കാലഘട്ടവും ഹാരപ്പൻ കാലഘട്ടവും തമ്മിൽ മിനിമം 700 to 500 വർഷത്തിന്റെ ഗ്യാപ്പ് ഉണ്ട്. അതായത് ഹാരപ്പൻ കാലഘട്ടം നമ്മൾ 1300 BC ഒക്കെ വെച്ചിട്ടാണ്
തീരുന്നെന്ന് പറയുന്നത്. അത് പല ആർക്കിയോളജിസ്റ്റുകൾ പല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ എല്ലാ ആർക്കിയോളജിസ്റ്റുകളും സമ്മതിക്കുന്ന ഒരു കാര്യം, അത് കഴിഞ്ഞിട്ട് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് വേദിക് ആയിട്ടുള്ള മനുഷ്യര്, അല്ലെങ്കിൽ പ്രോട്ടോ ഇൻഡോ ആര്യൻ സ്പീക്കിംഗ് മനുഷ്യർ, നമ്മൾ ആര്യൻസ് എന്ന് തെറ്റിദ്ധാരണയോടെ വിളിക്കുന്ന ആ ഒരു മിസ്നോമർ നമ്മൾ കൊടുത്തിട്ടുള്ള ആ മനുഷ്യര് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് കുടിയേറി പാർക്കുന്നത്. അപ്പൊ ഇത് വളരെ ഡേഞ്ചറസ് മാത്രമല്ല, ഇതൊരു മേജർ സംഘപരിവാർ വാദവും കൂടെയാണ്. അതായത് ഹരപ്പയിലുള്ള ആ ഒരു സിറ്റി അല്ലെങ്കിൽ ടൗൺഷിപ്പുകൾ കെട്ടിയതെന്ന് പ്രൂവ് ചെയ്ത ഇവർക്ക് ഇൻഡിജീനിയസ് ഒറിജിൻ ആണ് ആര്യൻസ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം ഹാരപ്പൻ ആൾക്കാർ ഇൻഡിജീനിയസ് ആണ്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഇൻഡിജീനിയസ് ആണ്. ഇൻഡിജീനിയസ് എന്ന് പറയുന്ന ആ ഒരു പദമേ ഒരു തെറ്റായിട്ടുള്ള ഒരു പദമാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു 5000 വർഷം മുമ്പ്, അതായത് 3500 to 3300 BCE സമയം തൊട്ട് എങ്കിലും ഇവിടെ ആര്യന്മാരുണ്ടായിരുന്നു എന്ന് അവർക്ക് പറയാൻ പറ്റും. ഈ എന്താണ് ഹാരപ്പയിലുള്ള മനുഷ്യർ ആര്യന്മാരാണെന്ന് പറയും. അതിനെതിരെ അല്ല, സയന്റിഫിക് പ്രൂഫ് കാണിക്കുന്നത് അത് തമ്മിൽ ബന്ധമില്ലെന്നാണ്. ഇത് നമ്മളൊരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് നമുക്ക് ആര്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതിന് 5 ഫാക്ടേഴ്സ് ഉണ്ട്. രഥങ്ങള്, ഫയർ ഓൾട്ടേഴ്സ്, കുതിരകള്, അങ്ങനെ 5 ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ആര്യന്മാരെ ഐഡന്റിഫൈ ചെയ്യുന്നത്. പിന്നെ വേദിക് ആയിട്ടുള്ള ഡീറ്റീസ്, ഇതൊന്നും തന്നെ നമുക്ക് ഹാരപ്പയിൽ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത് അജഗജാന്തരം വ്യത്യാസമുള്ള 2 കൾച്ചേഴ്സ് ആയിരുന്നു എന്നുള്ള വാദങ്ങൾ നിൽക്കുന്നുണ്ട്. ഇദ്ദേഹം ആര്യന്മാരുടെ ജീനുകൾ എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ ഇട്ടിട്ട് ആര്യന്മാരാരാണെന്നും അതിനെക്കുറിച്ചുള്ള മേജർ വാദങ്ങൾ എന്താണെന്നും ഒട്ടും നോക്കാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ ഞാൻ ഇതിന്റെ ഓരോരോ കാര്യമായിട്ട് ആക്ച്വലി ഇത് നോക്കേണ്ട ആവശ്യമില്ല. എനിക്കെല്ലാം ഓരോ സാധനവും ഇന്റഗ്രിറ്റി ആയിട്ട് എടുത്ത് നോക്കിയിട്ടത് എന്താ നമുക്ക് പിളർന്ന് വായിക്കാൻ പറ്റും. കാരണം എന്താ, ഇതിനകത്ത് ഈ ഒരു മനുഷ്യൻ, ഈ ഒരു സ്കോളർ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരാള് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് എന്താ, അദ്ദേഹം ഈ ആര്യൻസ് എന്ന് വിളിക്കുന്ന ആ ഒരു മനുഷ്യരെ കുറിച്ചിട്ടുള്ള പുതിയതായിട്ടുള്ള ജനറ്റിക് സ്റ്റഡി മനുഷ്യരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ ആ ജനറ്റിക്സിന് ഇദ്ദേഹം പറയുന്നുണ്ട്, മൈറ്റോകോൺട്രിയൽ DNA കുറിച്ച് പറയുന്നുണ്ട്, അതെങ്ങനെയാണ് അമ്മമാരിലൂടെ മാത്രം കുട്ടികളിലേക്ക് ട്രാൻസ്ഫേർഡ് ആകുന്ന എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉദ്ദേശം അതാണ്. അതായത് ഇതിനെ ഒരു വെഹിക്കിൾ ആയിട്ട് യൂസ് ചെയ്തിട്ട് മൈറ്റോകോൺട്രിയൽ DNA കുറിച്ചും അതുപോലെ തന്നെ എങ്ങനെയാണ് ജീൻസ് കൈമാറപ്പെടുന്നതിനെ കുറിച്ചും എന്നുള്ളത് പറയാനും, അതിനോടൊപ്പം തന്നെ പുതിയ ജനറ്റിക് സ്റ്റഡീസ് ആര്യന്മാരെ കുറിച്ച് എന്താണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ മേക്കുന്ന കൺക്ലൂഷൻസ് ഒക്കെ കുറച്ച് കടന്ന കൈയാണ്. എന്നാൽ കൂടി കാരണം ഈ പുള്ളിക്കാരൻ പറയുന്ന ഒരു ലാർജർ ആർഗ്യുമെന്റ് എന്താണ് എന്ന് ഞാൻ നോക്കിയിട്ട് വേണം ഈ പുള്ളിക്കാരൻ എന്താണ് ഇന്ത്യയിൽ എഴുതപ്പെട്ട ഋഗ്വേദം എന്ന് പറയുന്നത് ഇദ്ദേഹം പ്രിമൈസ് സെറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വന്ന ഒരു വെറും ഒരു നാക്കുപിഴവായിരിക്കാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ആ ഒരു ഫീൽഡിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് ആര്യന്മാരാരാണ് എന്ന് ഉള്ള പഠനക്കുറവ് ആയിട്ടായിരിക്കാം. ഞാനീ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിങ്ങനെ തമ്മിൽ ഓരോരോ സെന്റൻസ് എടുത്തിട്ട് ആ സെന്റൻസിൽ ഇന്ന വാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, ഇന്ന വാക്ക് ഇന്നപ്രോപ്രിയേറ്റ് ആണ്, നമ്മൾ അതിന്റെ ലാർജർ ഐഡിയ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വാട്ട് ഈസ് ദ സ്പീക്കർ ട്രൈങ് ടു സേ, അതിലൂടെ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൽ മേജർ ആയിട്ട് അത് കഴിഞ്ഞിട്ട് വരുന്നതും അതിന് മുമ്പുള്ള സെന്റൻസുകളും ഉണ്ടല്ലോ. അപ്പൊ ആ സെന്റൻസുകളും കൂടെ ചേർത്ത് ആ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും. അങ്ങനെ കണ്ടാൽ പോലും ഈ നേരത്തെ ഞാൻ കാണിച്ച വീഡിയോയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് മാത്രമല്ല, അതിലൊരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഹാരപ്പൻ ആര്യൻ കോൺഫ്ലിക്റ്റ് ഒന്നാണ് എന്ന് പറയുന്നത്. അത് പറയുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ആർഗ്യുമെന്റ് ആയതും കൂടി കൊണ്ടാണ്. കാരണം അത് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് അൾട്രാ റൈറ്റ് വിങ് പൊളിറ്റിക്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആർഗ്യുമെന്റും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്ലിപ്പ് തന്നെ എടുത്തത്. ഇനി ഈ വീഡിയോയിൽ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. പുറത്തുനിന്ന് വന്നവരാണ് യഥാർത്ഥത്തിൽ. എത്ര കാലം മുന്നേ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോ സ്ത്രീകളുടെ മൈറ്റോകോൺട്രിയൽ DNA പരിശോധിച്ചപ്പോ മനസ്സിലായത് ഏതാണ്ട് ഒരു 10-15,000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷമായിട്ട് സ്ത്രീകൾ ഇവിടെ തന്നെ ഉണ്ട്, അവർ പുറത്തൊന്നും പോയിട്ടില്ല.
വൈക്രോമോസോം, പുരുഷന്റെ വൈക്രോമോസോം എടുത്ത് പരിശോധിച്ചു. ഈ വൈക്രോമോസോമിന് ഇതുപോലെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ വൈക്രോമോസോം പുരുഷന്മാരിൽ കൂടെ മാത്രമേ പോകൂ. അപ്പൊ ഇത് പരിശോധിച്ച് നോക്കിയാൽ ഈ വൈക്രോമോസോം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് അറിയാൻ സാധിക്കും. വൈക്രോമോസോം പരിശോധിച്ചപ്പോഴാണ് കുഴപ്പം തുടങ്ങിയത്. ഈ വൈക്രോമോസോം ഒരു 6000-7000 വർഷങ്ങൾക്ക് മുന്നേ എത്തിച്ചെന്ന് നിൽക്കുന്നത് ഇന്ന് നമ്മൾ യുറേഷ്യ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. യുറേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പും ഏഷ്യയും കൂടെ ചേരുന്ന ഒരു പ്രദേശം. വെസ്റ്റേൺ യുറേഷ്യ കൃത്യമായിട്ട്, അതായത് ഈ മധ്യ ഏഷ്യ, പിന്നെ ആണെന്ന് പറയുന്ന, പിന്നെ യൂറോപ്പ്, ഈ ഭാഗങ്ങളിലൊക്കെയാണ് ചെന്ന് നിൽക്കുന്നത്. അപ്പൊ ഇതൊരു കോൺട്രാഡിക്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ്. സ്ത്രീകൾ ഇവിടെ തന്നെ ഉണ്ട് 10,000-15,000 വർഷത്തിലധികമായിട്ട്, പക്ഷെ പുരുഷന്മാർ ഇവിടെ ഉള്ള ആൾക്കാരല്ല. ഇതെങ്ങനെ റീകൺസൈൽ ചെയ്യുന്നുള്ള ചർച്ച, ഇത് കണ്ട് പല ചരിത്രകാരന്മാരും പേടിച്ചോടി. ഇതിന്റെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ആർക്കും ഈ കണ്ടുപിടിച്ച ആർക്കും ഒരു എനിക്ക് ഭയങ്കര തമാശയായിട്ടുണ്ട്. ഏത് ചരിത്രകാരന്മാരാണ് പേടിച്ച് ഓടിയെന്ന് എനിക്ക് അറിയാൻ ഭയങ്കര താല്പര്യമുണ്ട്. കാരണം ഈ DNA അനാലിസിസ് വന്നിട്ട് ഒരു 10 വർഷമൊക്കെ ആകുന്നുള്ളൂ. ഒരു 50 വർഷം മുമ്പേ ഉള്ള ചരിത്രകാര് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ആര്യൻ മൈഗ്രേഷനെ കുറിച്ചിട്ടും. അതായത് മൈഗ്രേറ്റ് ചെയ്ത് വന്നതിൽ മിക്കതും പുരുഷന്മാരാണെന്ന്. കാരണം നമ്മൾ ഈ മൈഗ്രേഷൻ സ്റ്റഡിയുടെ ബേസിക് ആണിത്. അതായത് നമ്മൾ മോഡേൺ കാലഘട്ടത്തിന് മുമ്പുള്ള മൈഗ്രേഷൻ പാറ്റേൺ മുഴുവൻ നോക്കുകയാണെങ്കിൽ അതിൽ മെജോറിറ്റി പുരുഷന്മാരാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അതിൽ വളരെ സ്ത്രീകൾ ഇല്ലെന്നല്ല, വളരെ കുറവ് സ്ത്രീകളാണ്. ഇത് നമ്മൾ ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡിയിലൂടെയും ഹിസ്റ്റോറിക്കൽ സർവേസിലൂടെ ഒക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ പ്രൂവ് ചെയ്ത കാര്യമാണ് ഇപ്പോഴുള്ള DNA, ഏൻഷ്യൻ DNA, നമ്മൾ ഈ ഏൻഷ്യൻ നോർത്ത് ഇന്ത്യൻ DNA എന്ന് ASI എന്നും ANI എന്നൊക്കെ വിളിക്കുന്ന DNA നേരത്തെ ചരിത്രകാര് പറഞ്ഞു വെച്ച കാര്യത്തിന് അഫേമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു, ഏത് ചരിത്രകാരന്മാരാണ് പേടിച്ച് ഓടിയെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അന്ന് വരെ ചരിത്രകാരന്മാരല്ലാത്തവര് ഇത് പറഞ്ഞു നടത്തു. കാരണം ഈ തദ്ദേശവാദം ഉന്നയിക്കുന്ന ചരിത്രകാരല്ലാതെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിന് വേണ്ടി ചരിത്രത്തിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നവർ ഇതെങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവരൊന്നും ചരിത്രകാരല്ല, കാരണം പ്രൊഫഷണലി ട്രെയിൻഡ് അല്ല, പിയർ റിവ്യൂഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എഴുതുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ അവരെ ചരിത്രകാരെന്ന് വിളിക്കാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ ഇങ്ങനെയുള്ള ക്ലെയിംസ് ഉണ്ടല്ലോ, അതായത് പുതിയ DNA അനാലിസിസ് വന്നു, സയൻസ് വന്നപ്പോഴത്തേക്ക് അതുവരെ ഉണ്ടായിരുന്ന സോഷ്യൽ സയൻസ് എല്ലാം പേടിച്ച് വിറച്ചു പോയി എന്ന് പറയുന്നത് അത് ആക്ച്വലി ഭയങ്കര ബാലിഷാണ്. കാരണം നമ്മളുടെ ഇത് രണ്ടും സയന്റിഫിക് ഫീൽഡ്സ് ഓഫ് എൻക്വയറി ആണ്, സയന്റിഫിക് ഡിസിപ്ലിൻസ് ആണ്. നമ്മൾ പല രീതികളിലൂടെ ഒരേ റിസർച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അതിനെ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് സയൻസ് വേഴ്സസ് സോഷ്യൽ സയൻസ്, അല്ലെങ്കിൽ സയൻസ് വേഴ്സസ് ഹ്യൂമാനിറ്റീസ് എന്ന് കാണുന്നത് തന്നെ അത് വളരെ പരോക്യലാണ്. പരോക്യൽ മാത്രമല്ല, അത് ഭയങ്കര നമ്മൾ സയൻസിനെ മനസ്സിലാക്കാത്തത് കൊണ്ടും സയൻസിനെ ഭയങ്കര എന്താ പറയുന്ന ഒരു ചെറിയ രീതിയിൽ സയൻസിനെ മനസ്സിലാക്കുന്നതിന് കൊണ്ടുള്ള പ്രശ്നമാണ്. ജനറ്റിക് സ്റ്റഡീസ് പറയുമ്പോൾ തന്നെ സാമ്പിളുകൾ എവിടെ നിന്ന് വന്നു എന്ന് ഡേവിഡ് റൈക്കിന്റെ ബുക്കിൽ തന്നെ ഉള്ള ചോദ്യമാണ്. ഈ ഒരു ചോദ്യം അദ്ദേഹം അഡ്രസ്സേ ചെയ്യുന്നില്ല. അത് പിന്നീട് ഇദ്ദേഹത്തിന്റെയും ഈ ടീമിലുള്ള ബാക്കിയുള്ളവരുടെ വാദങ്ങളിൽ പലപ്പോഴും ജാതിവാദത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അനാലിസിസുകൾ ഇതിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഐ എം നോട്ട് എൻറ്ററിങ് ദാറ്റ് ഫീൽഡ് അറ്റ് ഓൾ. കാരണം ഇദ്ദേഹം പറഞ്ഞത് വെച്ചിട്ട് അത് മിസ്അനലൈസ് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇദ്ദേഹം പറയുന്നത് മനുഷ്യന്റെ ഉത്ഭവങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കണ്ടുപിടിക്കാൻ ഒരു ആർക്കുമില്ലല്ലോ. അപ്പോ എവിടെ നിന്നാണ് നമ്മൾ വന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മൾ പെട്ടെന്ന് അല്ലെങ്കിൽ ഉത്തരം കിട്ടുന്ന ഒരു മേഖല എന്ന് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്ന് പറയുന്നത് ചരിത്രമാണ്. ആണല്ലോ, അതിനകത്ത് സംശയമൊന്നുമില്ല. ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യൻ എഴുതാൻ തുടങ്ങിയത് ഈ അടുത്ത കാലഘട്ടത്തിലാണ്. ചരിത്രത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ഹെറഡോട്ടസിനെയാണ്. അദ്ദേഹം ചരിത്രം എഴുതിയത് ഈ അടുത്ത കാലം തൊട്ടാണ്. അദ്ദേഹം തൊട്ടല്ലല്ലോ ചരിത്രം തുടങ്ങിയിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇദ്ദേഹം പറയുന്നത് എന്താണ്, ചരിത്രം ഈ ഇടയ്ക്കെന്ന് പറയുന്നത് എനിക്ക് വേണമെങ്കിൽ അത് കയറി പിടിക്കാൻ വിൽ ബി വെരി സിലി. ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് മേ ബി ഭൂമിയുടെ എവല്യൂഷൻ തൊട്ടോ അല്ലെങ്കിൽ മനുഷ്യന്റെ എവല്യൂഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ചരിത്രം എഴുതപ്പെട്ടിരിക്കുന്നത് വളരെ റീസെന്റ് ആയിട്ട്. അത് കറക്റ്റ് ആണ്, റീസെന്റ് ആയിട്ട്. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണ്, ഇദ്ദേഹം പറയുന്നത് ഹെറഡോട്ടസ് ആണല്ലോ ചരിത്രത്തിന്റെ പിതാവ്, അദ്ദേഹം ചരിത്രം എഴുതുന്നത് വളരെ റീസെന്റ്. ഹെറഡോട്ടസ് തൊട്ടൊന്നും അല്ലല്ലോ ചരിത്രം തുടങ്ങിയത്.
ഇപ്പം ഇങ്ങനെ ചരിത്രത്തിന്റെ പിതാവെന്ന് ഹെറഡോട്ടസിനെ ഹിസ്റ്റോറിയൻസ് വിളിക്കാറ് പോലും ഇല്ല. അങ്ങനെ പിതാക്കന്മാരെ തേടി പോകേണ്ട ആവശ്യമില്ല ഒരു സബ്ജക്റ്റിലും. പക്ഷെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നമുക്ക് വേണമെങ്കിൽ മിസ്കൺസ്ട്രൂ ചെയ്യാൻ പറ്റും. അതായത് ഹെറഡോട്ടസ് തൊട്ടാണ് ചരിത്രം തുടങ്ങിയത് എന്ന് തെറ്റിദ്ധരിക്കാൻ പറ്റും. പക്ഷെ ഇദ്ദേഹം ഇത് അങ്ങനെ ഹെറഡോട്ടസ് ഇദ്ദേഹത്തിന് തെറ്റിദ്ധാരണയാണോ അതോ പറഞ്ഞു വന്നപ്പോ അങ്ങനെ വന്നതാണോ എന്ന് എനിക്കറിയില്ല. ഈ ചരിത്രത്തിന് തന്നെ രണ്ട് മുഖങ്ങൾ അല്ലെങ്കിൽ രണ്ട് പാർട്ടുണ്ട്. മനുഷ്യൻ ചരിത്രം എഴുതി തുടങ്ങിയതും ചരിത്രം എഴുതുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം. അപ്പോൾ ഈ ചരിത്രം എഴുതി തുടങ്ങിയതിന് ശേഷമുള്ള കാര്യമാണ് നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് അറിയാവുന്നുള്ളത്. അതിൽ പോലും സത്യമുണ്ട്, കള്ളമുണ്ട്, പിന്നെ പാതി ബന്ധസത്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ചരിത്രാതീത കാലം, അതായത് പ്രീ ഹിസ്റ്റോറിക് ടൈംസിനെ കുറിച്ചിട്ട് മനുഷ്യന് യാതൊരു ധാരണയില്ല എന്താണെന്നുള്ളതും. അതിനെ ഈ ചരിത്രം കൊണ്ട് ഒരു പരിപാടിയും നടക്കില്ല. അപ്പോ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക ഒരു മേഖലയാണ് ആർക്കിയോളജി എന്ന് പറയുന്നത്. ഒരു ആന്ത്രോപോളജിയുടെ അല്ലെങ്കിൽ നരവംശ ശാസ്ത്രത്തിന്റെ ഒരു ബ്രാഞ്ച് ആയിട്ട് വരുന്ന, ഒരു ശാഖയായിട്ട് വരുന്ന ഒരു വിഷയമാണ് ഈ ആർക്കിയോളജി അല്ലെങ്കിൽ പുരാവസ്തു ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോ മനുഷ്യൻ ചരിത്രം എഴുതുന്നതിന് മുമ്പേ ഉള്ള വസ്തുക്കൾ, അത് ചിലപ്പോ ബയോ ആർക്കിയോളജി എന്ന് പറഞ്ഞ ആർക്കിയോളജിയുടെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ മനുഷ്യന്റെ ഒരു അസ്ഥികൂടം കിട്ടുകയാണ് അല്ലെങ്കിൽ തലയോട്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് പഠിച്ചുകൊണ്ട് ഇത് എത്ര കാലം മുമ്പ് ജീവിച്ചതാണ്, ഇത് ഏത് നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള അസ്ഥിയാണ്, ഈ ജീവജാലങ്ങൾ ഏത് നാട്ടിലായിരിക്കും ഉത്ഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ ചിന്തിച്ച് കണ്ടുപിടിക്കുന്ന ഒരു മേഖല. അത് ബയോളജിയിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ല ആർക്കിയോളജി. അന്നത്തെ കെട്ടിടങ്ങളും അന്നത്തെ ചിത്രരചനകളും അന്നത്തെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ആർക്കിയോളജി എന്ന് പറയുന്നത്. ചരിത്രം എഴുതപ്പെടുന്നതിന് മുമ്പ് ഉള്ളൊരു കാലഘട്ടത്തില് ആണെന്നുള്ളത്. ആർക്കിയോളജി അങ്ങനെ മാത്രം യൂസ് ചെയ്യുന്ന ഒരു കാര്യമല്ല. നമുക്ക് 2023 ആർക്കിയോളജി ചെയ്യാൻ പറ്റും. കണ്ടംപററി ആർക്കിയോളജി ഉണ്ട്, മിഡീവൽ ആർക്കിയോളജി ഉണ്ട്, ഏൻഷ്യന്റ് ആർക്കിയോളജി ഉണ്ട്. ബിയർ ബോട്ടിൽസ് വെച്ചിട്ട് ആർക്കിയോളജിസ്റ്റുകൾ ബിയർ ബോട്ടിൽസിന്റെ സിമ്പിൾസ് വെച്ചിട്ട് എങ്ങനെയാണ് അവരുടെ മെറ്റീരിയൽ. ഇയാൻ ഹൊഡർ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള ആർക്കിയോളജിസ്റ്റ്, കോളൻ റൺഫ്രീ എന്ന് പറയുന്ന സർപ്പദവി നേടിയിട്ടുള്ളത്, സർപ്പദവിക്ക് വലിയ കാര്യമൊന്നല്ല, നേടിയിട്ടുള്ള ആർക്കിയോളജിസ്റ്റ്, ബ്രൂസ് ട്രിഗർ എന്നുള്ള ആർക്കിയോളജിസ്റ്റ് ഒക്കെ വാദിക്കുന്നത് തന്നെ ഇതാണ്. ആർക്കിയോളജി ഇങ്ങനെ പരിമിതമായി കാണരുത്. അതായത് ചരിത്രം എഴുതി തുടങ്ങിയ പിന്നെ ആർക്കിയോളജിക്ക് പ്രസക്തി ഇല്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ചരിത്രമുള്ള സമയത്തും എഴുതപ്പെട്ട സമയത്തും അതിന് മുമ്പുള്ള സമയത്തും പിമ്പുള്ള സമയത്തും ഒക്കെ നമുക്ക് ആർക്കിയോളജി യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഋഗ്വേദിക് സമയത്തുള്ള ടെക്സ്റ്റ് നമ്മൾ നോക്കുന്നുണ്ട്. ആ ഒരു സമയത്തുണ്ടായിരുന്ന ഗ്രേവ്സ് ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ കിട്ടിയിട്ട് വളരെയധികം ഒന്നും കിട്ടിയിട്ടില്ല. ഇതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ NBPW കാലഘട്ടം എന്ന് പറയും. അപ്പം ഈ PGW വേറുള്ള കാലഘട്ടം എന്ന് പറയും. അപ്പം ഈ ആർക്കിയോളജിയും ടെക്സ്റ്റൽ സ്റ്റഡിയും ഹിസ്റ്റോറിക്കൽ സ്റ്റഡിയും ഒരുമിച്ച് പോകുന്നതായിട്ട് ഒരേ ചോദ്യങ്ങൾ ചോദിക്കുന്ന രണ്ട് സിസ്റ്റർ ഡിസിപ്ലിൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആർക്കിയോളജി ഹിസ്റ്ററി കാണേണ്ടത്. അല്ലാതെ ഹിസ്റ്ററി വന്നപ്പോൾ പിന്നെ എഴുത്തപ്പെട്ട ചരിത്രം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആർക്കിയോളജിക്ക് സിഗ്നിഫിക്കൻസ് ഇല്ലാതാകുന്നില്ല. ഞാനത് പറയാൻ ശ്രമിക്കുന്നത് ഇവിടെ ഇത് പറഞ്ഞതുപോലെയല്ല, പരിമിതമായിട്ടുള്ള ആർക്കിയോളജി മനസ്സിലാണ്. ഇതുപോലെയാണ് നമ്മൾ സയൻസിനെ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മുടെ നാച്ചുറൽ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇപ്പം പ്യുവർ സയൻസസിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്ക് ഒരേ ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസിൽ നിന്ന് ചോദിക്കാൻ പറ്റും. ചിലപ്പോൾ അതിന് ഒരുപോലുള്ള ഉത്തരങ്ങൾ കിട്ടും. ഇപ്പം ഈ സോക്കോൾഡ് ആര്യൻ മൈഗ്രേഷൻ അല്ലെങ്കിൽ പ്രോട്ടോ ഇൻഡോ ആര്യൻ സ്പീക്കിംഗ് പീപ്പിളുടെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് രണ്ടും ഒരുപോലെ വന്ന ആൻസർ ആണ്. രണ്ട് മൈഗ്രേഷനെ ശരിവെക്കുന്നതാണ് ഇൻവേഷൻ ഇല്ല എന്ന് രണ്ടുപേരും പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഹിസ്റ്റോറിയൻസും ആർക്കിയോളജിസ്റ്റും പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പാലിയോ ജനറ്റിക്സ് യൂസ് ചെയ്തിട്ടും പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാം. ഇത് തമ്മിൽ ചിലപ്പോൾ അങ്ങനെ ഡിസ്പ്രൂവ് ആയിപ്പോ, വിച്ച് ഇസ് ഓൾസോ ഗുഡ്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഇതിനെ പ്രസന്റ് ചെയ്യുന്നത് ഒരു കോമ്പറ്റീറ്റീവ് സ്ട്രീക്കിൽ പ്രസന്റ് ചെയ്യുന്നത് അതെന്തോ അത് സയൻസിന്റെ ഒരു രീതിയല്ല. ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന സയൻസിന്റെ ഒരു രീതിയല്ല അത്. ഞാൻ പറയാത്ത കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ എടുത്തതിൽ ഞാൻ പറയുന്നുണ്ട് ഈ ചിമ്പാൻസിയുടെ ബോണബോയുടെ കാര്യം. കാരണം അത് എൻ്റെ ഒരു 1 മണിക്കൂറുള്ള പ്രഭാഷണമാണത്. അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് സയൻസ് മനുഷ്യർ ചെയ്യുന്നത് കൊണ്ട് തന്നെ
മാനുഷികമായിട്ടുള്ള ബയസസ് സയൻസിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിൽ സയൻസ് ആരാണ്, വേൾഡിൽ സയൻസ് ആരാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്, അപ്പൊ അതിൽ എന്തൊക്കെ ബയസസ് വന്നു എന്ന് ഉള്ള എന്റെ 1 മണിക്കൂർ കൂടിപ്പോയെന്ന്, പക്ഷെ 1 മണിക്കൂർ പ്രസംഗത്തില് എനിക്ക് അതിൽ ഡെഡിക്കേറ്റ് ചെയ്യാൻ ചില മിനിറ്റ്സേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ എന്റെ ലാർജർ പ്രൊമൈസിലേക്ക് ഞാൻ പോവുകയാണ്. പക്ഷെ എനിക്കത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും ഞാനൊരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചിമ്പിൽ നിന്ന് മനുഷ്യനുണ്ടായി എന്ന് അല്ല സൂചിപ്പിക്കുന്നതെന്ന് എനിക്ക് ക്ലിയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതേപോലെ മറ്റൊരു സ്ഥലത്ത് വന്നിട്ട് ഇവരിതുപോലെ ലൂസിയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ ലൂസിയുടെ കാര്യം പറയുമ്പോൾ ഞാനിങ്ങനെ അതിലെനിക്കൊരു നാക്കുപഴവ് വന്നിട്ടുണ്ട്. ഹോമോസാപ്പിയൻ എന്ന് ലൂസിയെ പോലുള്ള ഹോമോസാപ്പിയൻ, പക്ഷെ ഞാൻ അപ്പൊ തന്നെ അത് തിരുത്തുന്നുണ്ട്. ഹോമോസാപ്പിയൻ പോലും അല്ല, ഓസ്ട്രലോപിറ്റക്കസ് ആണ്. അവിടെയൊക്കെയാണ് എനിക്കിത് മാനിപ്പുലേറ്റീവ് ആണോ എന്നത് ഇവർ ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. അതായത് ഇവര് സയൻസിന്റെ ഫാക്റ്റുകൾ തിരുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് എന്നിവര് ക്ലെയിം ചെയ്യുന്നുണ്ടല്ലോ. അത് ഐ ഫൈൻഡ് ഇറ്റ് എ ലിറ്റിൽ. പിന്നെ ഇതുപോലെ ഇവര് എനിക്കെതിരെ മേക്ക് ചെയ്യുന്ന മറ്റൊരു ക്ലെയിമാണ്, അതായത് ഞാൻ ഹോമോ എറഗാസ്റ്ററും ഹോമോ ഇറക്ടസും റൊഡൽഫെൻസസും ഹോമോസാപ്പിയനൊക്കെ ഒരേ സമയത്ത് ജീവിച്ചു എന്ന് പറയുന്നത്. ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് ഇവർ ഏകദേശം ഒരേ സമയത്ത് ജീവിച്ച ആൾക്കാരാണ് എന്ന്. അതിൽ ഞാൻ ഇവര് ചൂണ്ടിക്കാണിക്കുന്ന ഹോമോ റൊഡൽഫെൻസസും ഹോമോസാപ്പിയനും ഒരുമിച്ച് ജീവിച്ചില്ലല്ലോ എന്നാണ്. ഞാൻ പറയുന്ന ഒരു ലാർജർ ഐഡിയ എന്താണ്, ഇതിൽ കുറെ സെറ്റ്സ് ഓഫ് ഹോമോ ജനസുകളെങ്കിലും ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഐഡിയ ആണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഹരാരി പറയുന്ന ഐഡിയ. ഹരാരി അല്ല, ഒരുപാട് ആന്ത്രപ്പോളജിസ്റ്റുകളും വാല്യൂ ആന്ത്രപ്പോളജി ചെയ്യുന്നവരും ജനറ്റിക് സ്റ്റഡി ചെയ്യുന്നവരൊക്കെ സൂചിപ്പിച്ചിട്ട് ഉള്ളതാണ്. 1 to 1, അതായത് എറഗാസ്റ്ററും റോഡൽഫെൻസസും ഒരുമിച്ചാണ്, റോഡൽഫെൻസസും സോളിയൻസസും ഒരുമിച്ചാണ്. ഇങ്ങനെ എനിക്ക് അവിടെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്റെ വീഡിയോ പരിണാമത്തെക്കുറിച്ചുള്ള വീഡിയോ അല്ല. അതുമല്ല, ഈ മിക്ക സ്പീഷീസുകൾ തമ്മിലും ഏതെങ്കിലുമൊക്കെ പോയിന്റ്സിൽ ഓവർലാപ്പ് ചെയ്തു എന്നുള്ള പഠനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. സ്മിത്സോണിയന്റെ ഓരോ മനുഷ്യന്റെ തലയൊട്ടിയുടെ ഡെവലപ്മെന്റിന്റെ സ്റ്റഡീസിൽ ഇവര് കൃത്യമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാം ഒരുമിച്ചെന്നല്ല, പല ഓവർലാപ്സും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. അത് ഐ തിങ്ക് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അല്ലാതെ എന്താണ് ഇന്ന ഒരേ സമയത്തല്ല, ഒരേ സമയത്തല്ല എന്ന് പറയുന്നത് സീംസ് വെരി അബ്സേർഡ് ടു മീ. അത് കഴിഞ്ഞിട്ട് ഇവർ എന്റെ വീണ്ടും ഒരു വീഡിയോ ശകലം കേൾപ്പിക്കുന്നുണ്ട്. ഈ ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ളവരല്ല അടുത്ത തലമുറയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഡിസീസ് റെസിസ്റ്റന്റ് ആയവർക്ക് വേണമെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് ആവാം. അതാണ് ഇത് പറഞ്ഞത് നന്നായി. കാരണം ഞാൻ അതിനകത്ത് ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ളവരടുത്ത് ഇതിലോട്ട് പോകുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് ഞാൻ പറയുന്നുണ്ട് പല പല പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനുകളിലൂടെയാണ് നെക്സ്റ്റ് ജനറേഷൻസ് ഉണ്ടായി വരുന്നതെന്നും അതിൽ മ്യൂട്ടേഷൻസ് ഉണ്ടായി വരുന്നതെന്നൊക്കെ ഞാൻ അവിടെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ ഡിസീസ് റെസിസ്റ്റൻസ് യൂസ് ചെയ്തത്. ഇവരിത് ലിറ്ററൽ ആയിട്ടാണ് എടുക്കുന്നത്. അതായത് ഡിസീസ് റെസിസ്റ്റൻസ് വഴിയാണ് അടുത്തയിലോട്ട് പോകുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നു ആ ഒരു ക്ലാരിറ്റി കുറച്ചു പേർക്കെങ്കിലും അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നത് നല്ലതാണ്. കാരണം ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ആൾക്കാരല്ല നെക്സ്റ്റ് ഇതിലേക്ക് പോകുന്നത്. പക്ഷെ ഇത്ര ഇത് എന്താണ് പറയുന്നത്, ഇഴകീറി പരിശോധിക്കുക എന്നുള്ളത്. ആ ഒരു സാധനം ചെയ്തപ്പോൾ ഞാൻ പരിണാമത്തെക്കുറിച്ച് ഇങ്ങനെ ഇത് എന്റെ ഒരു കാര്യത്തില് ഇതിന്റെ ഒരു അനക്ഡോട്ട് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഭാഗം എടുത്തിട്ടാണ് ഇവര് പറയുന്നത്. പക്ഷെ ഇവരുടെ ഗ്രൂപ്പിൽ തന്നെ പരിണാമത്തെക്കുറിച്ച് ഇതിനേക്കാളും വലിയ അബദ്ധങ്ങൾ പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെയോ എന്നുള്ളൊരു മറുചോദ്യം എനിക്ക് എപ്പോഴും നിൽപ്പുണ്ട്. ബട്ട് ഇത് ഇവർ കറക്റ്റ് ചെയ്തതിൽ ഐ തിങ്ക് ഇറ്റ് ഇസ് ഓക്കെ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ. ഞാൻ മീൻ ചെയ്തിട്ടില്ല. നമുക്ക് ഏറ്റവും പുരാതനമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹോമോസാപ്പിയൻ സ്കെലിറ്റൻ ആണ് ലൂസിയുടെ സ്കെലിറ്റൻ. ഒരു ഫുള്ളി ഹോമോസാപ്പിയൻ പോലും അല്ല, ഓസ്ട്രലോപിത്തക്കസ് സ്കെലിറ്റൻ ആണ്. ഈ സ്കെലിറ്റന്റെ എല്ലാ ഭാഗങ്ങളും പോലും നമുക്ക് കിട്ടിയിട്ടില്ല. പെൽവിക് ഗോഡിൽ അത് സംസാരിക്കും. ഒരു പഴയ ഹോമോസാപ്പിയൻ സ്കെലിറ്റൻ ആണ് ലൂസി എന്ന്
എന്ന് ഞാൻ പറഞ്ഞ് ഞാൻ തെറ്റിച്ചത് ഞാൻ ശരിയാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കേട്ടാൽ മനസ്സിലാവത്തില്ലേ? പക്ഷെ ഇവർ ഇത് വീണ്ടും വന്നിട്ട് ക്ലെയിം ചെയ്യും ഞാൻ ഹോമോസാപ്പിയൻ എന്ന് തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പിന്നെ അരമണിക്കൂർ അതിനെക്കുറിച്ച് വാദിക്കും. ഈ ലൂസിയും ആസ്ട്രോലോപത്തിക്കും അഫറൻസും തമ്മിലുള്ള വ്യത്യാസം വാട്ട് ഈസ് ഇറ്റ്? എന്നിട്ട് ഇത് ഇവർക്ക് പറയണമെങ്കിൽ പറയാം. പക്ഷെ കാരണം ഇവര് പരിണാമത്തിനെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഞാൻ അപ്പോൾ തന്നെ തിരുത്തിയ ഒരു കാര്യത്തിനെ വീണ്ടും ഒരു 15 മിനിറ്റിന് ഇല്ല ഇവര് ഹോമോസാപ്പിയൻ എന്ന് തന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിന്റെ അർത്ഥം അല്ലെങ്കിൽ ഈ മൂട്ട് എക്സർസൈസ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ട് ഇദ്ദേഹം പിന്നെ കുറെ പറയും. എന്നിട്ട് പിന്നെ ഇവർ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് പറയും ഈ ബോൺ ഡെൻസിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതെന്താ ബോൺ ഡെൻസിറ്റി കുറവാണ് എന്നുള്ളതൊരു മോശം കാര്യമാണ്. മോശം കാര്യമായിട്ട് ഞാനും പറഞ്ഞിട്ടില്ലല്ലോ ഇതിനകത്ത്. നിങ്ങൾ എന്റെ എൻറ്റയർ വീഡിയോയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ബോൺ ഡെൻസിറ്റിയെ കുറിച്ച് അതൊരു മോശം കാര്യമാണെന്നല്ല. പക്ഷെ ബോൺ ഡെൻസിറ്റി എന്നുള്ള പാരമീറ്റർ യൂസ് ചെയ്ത് സ്ത്രീകൾക്ക് സ്ട്രെങ്ത് കുറവാണ്. ബോൺ ഡെൻസിറ്റി മാത്രമല്ല, ബോൺ ഡെൻസിറ്റിയോടൊപ്പം ഫീമർ ബോണിന്റെ നീളവും അപ്പർ ബോഡി മസ്കുലേച്ചർ ഒക്കെ വെച്ചിട്ട് വാദങ്ങൾ വന്നിട്ടുണ്ട്, സെവറൽ വാദങ്ങൾ വന്നിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഐ ഡോണ്ട് തിങ്ക് ദേ ഹാവ് റെഡ് ദാറ്റ്. ഇപ്പോഴും നിലനിൽക്കുന്ന വാദങ്ങൾ വരെയുണ്ട്. അതായത് എന്താണ്, ഫീമെയിൽസ് ആ ഒരു സമയത്തെ വീക്കർ ആയിരുന്നു, സ്റ്റാമിന കുറവുള്ള ആൾക്കാരായിരുന്നു എന്നൊക്കെ ഉള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഈവൻ ഏർലി ഹോമിനിഡ് മേറ്റിംഗ് ബിഹേവിയറിനെ ഈ ഒരു പാരാമീറ്റേഴ്സ്, ഇതിനെ നമ്മൾ വിളിക്കുന്നത് സെക്ഷൽ ഡൈമോർഫിസം എന്നാണ്. അത് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള, ഓൾറെഡി നമ്മൾ പറഞ്ഞെന്ന് തോന്നുന്നു, നോട്ട് ഷുവർ, വ്യത്യാസം. ഇത് വെച്ചിട്ട് അനവധി പഠനങ്ങളും ആ പഠനങ്ങളുടെ മേൽ മറ്റു പഠനങ്ങളും ആ പഠനങ്ങൾ വെച്ച് പിന്നീടുള്ള ഹണ്ടർ ഗ്യാദറർ സൊസൈറ്റീസിനെയും ഇപ്പോൾ ഉള്ള ഹണ്ടിങ് ചെയ്യുന്ന ട്രൈബുകളെ വരെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു പ്രബലമായിട്ടൊരു മിസ്കൺസെപ്ഷൻ ആണെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ ബോൺ ഡെൻസിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ ബോൺ ഡെൻസിറ്റി എടുത്തതിന്റെ ഒരു റീസൺ, ഇത് നമ്മൾ പല സ്റ്റഡികൾ വായിക്കുമ്പോഴത്തേക്ക് അതിനകത്തെല്ലാം തന്നെ ഒരു കോമൺ പാരാമീറ്റർ ആയിട്ട് കാണുന്നത് ബോൺ ഡെൻസിറ്റിയാണ്. അപ്പൊ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്, തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണമെങ്കിൽ ഓസ്ട്രലോപിത്തക്കസിന്റെ തന്നെ ആണിന്റെയും പെണ്ണിന്റെയും ബോൺ ഡെൻസിറ്റിയാണ്, നിയാൻഡർത്തലിന്റെ തന്നെ ആണിന്റെയും പെണ്ണിന്റെയും ബോൺ ഡെൻസിറ്റിയാണ് കമ്പയർ ചെയ്ത് നോക്കണ്ടത്. അല്ലാതെ ഓസ്ട്രലോപിത്തക്കസിന്റെയും നിയാൻഡർത്തലിന്റെയും കമ്പയർ ചെയ്ത് നോക്കുന്നത് ആ ഒരു പാരാമീറ്റർ അപ്പോൾ തെറ്റിപ്പോകും. കാരണം ഇവര് ചിലപ്പോൾ 2 സബ്സിസ്റ്റൻസ് ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ 2 കൈൻഡ് ഓഫ് ക്ലൈമറ്റിക് സോൺസിൽ ജീവിച്ചിട്ടുള്ളവരായിരിക്കാം. അവരുടെ ഡയറ്ററി പാറ്റേൺ 2 പോലെ ആയിരിക്കും. ഇതിനേക്കാളും എല്ലാം ഉപരി അവരിൽ ഉണ്ടായിരുന്ന സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ, അവിടെ ആണുങ്ങൾ ഏതൊക്കെ ജോലിക്കാണ് പോയിരുന്നത്, പെണ്ണുങ്ങൾ ഏത് ജോലിക്കാണ് പോയിരുന്നത് എന്നുള്ളത് 2 പോലെ ആയിരിക്കും. അപ്പൊ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്നത് തെറ്റാണ്. പക്ഷെ ഇത് തമ്മിൽ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ ഒരുപാട് മുമ്പുള്ള കാലഘട്ടമല്ല, മേ ബി 1990s വരെയും ഇത് നടന്നിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഓരോ സ്റ്റേജ് ആയിട്ടാണല്ലോ കണ്ടിരുന്നത് ആ ഒരു സമയത്ത്. അപ്പൊ ഓസ്ട്രലോപിത്തക്കസിന് ഉണ്ടായിരുന്ന രീതിയിലുള്ള ബോൺ ഡെൻസിറ്റി നമ്മൾ നിയാൻഡർത്തലിൽ കാണുന്നില്ല. നിയാൻഡർത്തലിൽ നിന്നും വളരെ വളരെ കുറവാണ് നിയോളത്തിക് സമയത്ത്, അതിനേക്കാളും കുറവാണ് ബ്രോൺസ് ഏജ് സമയത്ത് എന്നുള്ള രീതിയിലുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ എല്ലാവരും പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ, അതായത് സ്ത്രീകൾ ഗ്യാതറിങ്ങിനും ആണുങ്ങൾ ഹണ്ടിങ്ങിനും പോയിക്കൊണ്ട് ഇരുന്നത് കൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് ഒരു കുറച്ചും കൂടെ നുബൈലായിട്ടുള്ള പെറ്റീറ്റ് ആയിട്ടുള്ള, അതായത് ആണുങ്ങളെക്കാളും നമ്മൾ ആ ഒരു സബ് ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ ആണുങ്ങളെക്കാളും ചെറുത് എന്ന് ഇവിടെ എനിക്ക് ഐ ഹോപ്പ് സ്മോളർ സൈസിലുള്ള ശരീരങ്ങളും ലെസ് ബോൺ ഡെൻസിറ്റിയും ലെസ് സ്റ്റാമിന ഒക്കെ ആണെന്നുള്ള വാദങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മാൻ ദ ഹണ്ടർ, അത് വേട്ടയ്ക്ക് പോയത് കൊണ്ടാണ്, കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി വന്നത് കൊണ്ടാണ് എന്നൊരു സെറ്റ് ഓഫ് പഠനങ്ങൾ പറയുന്നു. ടെസ്റ്റോസ്റ്റെറോണിന്റെ പ്രവർത്തനം കാരണമാണെന്ന് മറ്റൊരു സെറ്റ് ഓഫ് പഠനങ്ങൾ. ഇതിനെതിരെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഫെമിനിസ്റ്റ് ബയോളജിസ്റ്റുകൾ ചോദിക്കുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു 1970s ഒക്കെ തൊട്ട് തന്നെയാണ് ഈ ഒരു പഠനങ്ങൾ വരുന്നത്. ഫോർ ഇൻസ്റ്റൻസ് വുമൺ ദ ഹണ്ടർ എന്ന് പറഞ്ഞ് തന്നെ ബുക്കുകൾ വരികയാണ്. അപ്പൊ ഇതൊരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡി, നരവംശാസ്ത്രത്തിന്റെ മേഖലയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ട്രൈബ്സിനെ നോക്കിയിട്ട് അവിടെ സ്ത്രീകൾ വേട്ടയ്ക്ക് പോകുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്, വാദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഈ ആർക്കിയോളജിയിലെ തന്നെയും ചരിത്രത്തിലെയും ജനറ്റിക് സ്റ്റഡീസിന്റെ ഫീൽഡിലോ ഉള്ള ആൾക്കാരൊന്നും ഇത് അംഗീകരിച്ചു തരാൻ ഒരു വിമുഖത കാണിച്ചായിട്ട് നമുക്ക് കാണുന്നുണ്ട്. കാരണം ഇത് പ്രബലമായിട്ടുള്ള ഡോമിനന്റ് ഡിസ്കോഴ്സ് ആയിട്ട് നിലനിൽക്കുകയാണ്.
കേരളത്തിലെ ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിലും, പേര് ഞാൻ പറയുന്നില്ല കാരണം അദ്ദേഹത്തിന് എനിക്ക് റെസ്പെക്ട് ഉള്ള ഒരാൾ തന്നെ, അദ്ദേഹം വേറൊരു കാര്യം പറയാൻ വന്നപ്പോൾ ഏകദേശം 5 മിനിറ്റോളം ഇത് എന്ത് മാൻ ദ ഹണ്ടർ എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്, വുമൺ ദ ഗ്യാത്തറർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മാൻ ദ ഹണ്ടർ ആയതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഇവോൾവ് ചെയ്തതെന്ന് പറയുന്നത്. അപ്പൊ അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്ന അതിന്റെ താഴെ ഒരുപാട് യൂട്യൂബ് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ കേരളത്തിൽ ഉണ്ടല്ലോ എന്ന്. അപ്പൊ ഇത് അക്കാഡമിയിൽ തന്നെ തെറ്റിദ്ധാരണയുണ്ട്. ഇത് മാറിയിട്ട് ഒരു 10, 20, 25 വർഷമൊക്കെ ആയിട്ടുള്ളൂ. കാരണം അതിന്റെ ഇതിനെ പ്രൊമൈസ് ആയിട്ട് ബിൽഡ് ചെയ്ത ഒരുപാട് തിയറീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് വുമൺ ദി ഗ്യാത്തറർ എന്നുള്ളത്, ഗ്യാത്തറിൽ നിന്നുള്ളതിൽ നിന്ന് വുമൺ ദി ഹണ്ടർ എന്നുള്ള ഒരു ഇതിലേക്കുള്ള ഒരു മൂവ്മെന്റ് ഇപ്പം അത് വേൾഡ് വൈഡ് ആയിട്ട് നടക്കുന്ന പല കോൺഫറൻസുകളിൽ ചർച്ച വിഷയമാകുന്ന നേച്ചറിൽ ഈ ഇടയ്ക്ക് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മറ്റൊരു വീഡിയോയിൽ സ്മിത്സോണിയന്റെ സർവേയെ കുറിച്ച് അതിലോട്ട് നമുക്ക് വരാം. അതായത് 2021 to 2023 ഈ ആർട്ടിക്കിൾസ് ഒക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് നിലനിന്നില്ലായിരുന്നെങ്കിൽ എന്തിനാണ് ഈ റീസെന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് വന്നത്? പണ്ടേ ഇവരിങ്ങനെ ഭയങ്കര ലാഘവത്തോടെയാണ് പറയുന്നത്. അത് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, സ്ത്രീകൾ ഹണ്ടിങ്ങിന് പോയിക്കൊണ്ടിരുന്നു. നമ്മൾ എന്ന് ഇവർ ഉദ്ദേശിക്കുന്ന ആരെയാണെന്നും കൂടെ എനിക്കറിയണം. അവർക്ക് രണ്ടുപേർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ജനറൽ സ്റ്റീരിയോ ടൈപ്പ്, സ്ത്രീകൾ ശേഖരിക്കുന്നവരാണെന്നും ആണുങ്ങൾ ഹണ്ടിങ്ങിന് പോയിക്കൊണ്ടിരുന്ന ഒരു ജനറൽ സ്റ്റീരിയോ ടൈപ്പ് പലയിടങ്ങളിൽ നിലനിന്നിരുന്നു. അപ്പൊ ആ സ്റ്റീരിയോ ടൈപ്പ് ബസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നരവംശാസ്ത്രത്തിൽ നമ്മൾ ബസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമുക്ക് സ്കെലിറ്റൽ എവിഡൻസിൽ നിന്ന് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനൊരു എഗെയിൻ മറ്റൊരു വീഡിയോയിൽ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. പെറുവിലെ പാക്ഷ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കിട്ടിയ ഒരു സ്കെലിറ്റന്റെ ഇൻഡിവിജ്വൽ 6 ആണെന്ന് തോന്നുന്നു, ഒരു സ്കെലിറ്റന്റെ എവിഡൻസ് പറയുന്നുണ്ട്. അതില് ഇവർ വളരെ രസകരമായിട്ടാണ് അതിനെ പറയുന്നത്. എന്നിട്ട് ഇതിനകത്ത് ഒരാൾ തന്നെ പറയുന്നുണ്ട്, ഇവരുദ്ദേശിക്കുന്നത് ഈ സ്റ്റഡി അല്ല, മറ്റൊരു സ്റ്റഡിയാണ് ഇവർ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഏത് സ്റ്റഡിയാണെന്ന് ഇവർക്ക് എങ്ങനെ മനസ്സിലാവും? ഞാൻ 9ഓളം സ്റ്റഡികൾ, 8 സ്റ്റഡികൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഡേറ്റാ സെറ്റും നോക്കിയിട്ടാണ് അതിൽ പറയുന്നത്. അതിൽ ഞാൻ യൂസ് ചെയ്ത ഇമേജ് ഈ സ്മിത്സോണിയന്റെ ബുള്ളറ്റിനിൽ വന്ന ഇമേജ് ആണ്. പക്ഷെ ആ സ്റ്റഡിയുടെ വേ ബിയോണ്ട് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ പെറുവിലെ തന്നെ 3 സൈറ്റുകൾ പറയുന്നുണ്ട്. അത് അവിടെ കാണിക്കുന്ന ഇമേജ് പാക്ചർ അതവിടെ ഞാൻ പറയുമ്പോൾ എടുത്തു പറയുന്നുണ്ട്. ഇത് പെറുവിൽ തന്നെ ഉള്ള മറ്റൊരു സൈറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നുണ്ട്. ഫോറേജിങ് സൊസൈറ്റിയുടെ ഇതുപോലെ തന്നെ 63% ഫോറേജിങ് സൊസൈറ്റിയിൽ മുലയൂട്ടുന്ന അല്ലാത്ത സ്ത്രീകൾ ഹണ്ടിങ്ങിന് പോയിട്ടുണ്ടെന്നുള്ള എവിഡൻസ് ഉണ്ട്. അതിനും സ്റ്റഡി ഉണ്ട്. ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഇടാവുന്ന സ്റ്റഡിയാണ്. പക്ഷെ ഇദ്ദേഹം ഒരു സ്റ്റഡിയെ വായിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്ന എവിഡൻസ് മുഴുവൻ ഈ സ്റ്റഡിയിൽ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, എന്നിട്ട് ഇവരെന്താണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ള മട്ടിലാണ് ഇദ്ദേഹം ഇതിനകത്ത് പറയുന്നത്. ബാക്കിയുള്ള സ്റ്റഡി ഇപ്പം വുമൺ ദി ഹണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഗീറോ ആൻഡ് കോൺകിയുടെ വർക്ക് തൊട്ട് മേരി സൈസിന്റെ വർക്ക് തൊട്ട് ഷിഫറിന്റെ വർക്ക് തൊട്ട് നമ്മൾ വായിച്ചാൽ നമുക്ക് ഒരുപാട് ഡേറ്റാ സെറ്റ്സ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പൊ ഈ എല്ലാ ഡാറ്റാ സെറ്റും വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൽ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ വായിച്ചാൽ തന്നെ, ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ട ആര്യന്മാരെ കുറിച്ചുള്ള വീഡിയോ ഇല്ലേ, അത് ശരിക്കും പറഞ്ഞാല് ചരിത്രം ബേസിക് ആയിട്ട് അറിയാവുന്നവർ, ഇപ്പൊ ഞാൻ ഒരു BA ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നതാണ് ഹൂ ഈസ് എൻ ആര്യൻ എന്നുള്ളത്. അപ്പൊ ബേസിക് ടെക്സ്റ്റുകൾ എന്നിവിടെ വിളിക്കുന്നത് പ്രൊഫഷണൽ ചരിത്രക്കാർ എഴുതിയ ടെക്സ്റ്റുകൾ വായിച്ചാൽ തന്നെ നമുക്ക് പൊളിച്ചു കളയാൻ പറ്റുന്ന സാധനമാണ്. ഇതുപോലെ തന്നെയാണ് ഈ വുമൺ ദ ഹണ്ടർ എന്നുള്ളത്. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള വർക്കുകൾ ഗീറോ ആൻഡ് കോൺകിയുടെ വർക്ക് ഒരു ബേസിക് ടെക്സ്റ്റ് ആണ് ഇതിനകത്ത്. ഈ വർക്കുകൾ വായിച്ചാൽ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇതിനകത്ത് എഗെയിൻ ഇവർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എനിക്ക് ഇവിടെ തിരുത്തി പറയാനുണ്ട്. ഞാൻ ടൂത്ത് എനാമൽ അനാലിസിസിനെ കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിനകത്ത് എവിടെയോ ഞാൻ ടൂത്ത് എനാമലിൽ നിന്ന് കിട്ടിയ DNA എന്ന് പറയുന്നുണ്ട്. അത് ആക്ച്വലി എന്റെ തെറ്റിദ്ധാരണ ആണ്. അത് ആക്ച്വലി ടൂത്തിന്റെ മറ്റൊരു രീതികൾ ഇങ്ങനെ എൻസൈംസ് വെച്ചിട്ടുള്ള ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അവർ വെച്ചുള്ള അനാലിസിസ് വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. ടൂത്ത് എനാമലിൽ കൂടെ DNA കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഐ സ്റ്റാൻഡ് കറക്റ്റഡ്. ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം ഇൻ ബീങ് കറക്റ്റഡ്.
ഇനിയുള്ള എൻ്റെ വീഡിയോസിൽ ഞാൻ അത് തിരുത്തി പറയുന്നത് ആയിരിക്കും. പക്ഷെ ഞാൻ പറയാൻ ശ്രമിച്ച ഇതാണ്, ടൂത്ത് എനാമൽ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഇവരുടെ ഏജ് കണ്ടുപിടിക്കാനും ഇവരുടെ ബാക്കിയുള്ള ആസ്പെക്ട്സ് കണ്ടുപിടിക്കാനും പറ്റും എന്നുള്ളത് ആണ് പറയാൻ ശ്രമിക്കുന്നത്. എൻ്റെ ലാർജർ ആർഗ്യുമെന്റ് സ്റ്റിൽ സ്റ്റാൻഡ്സ് ദർ ദാറ്റ് വിമൻ ഓൾസോ ഹണ്ടഡ്. ദർ വർ എന്താണ് സെവറൽ ഒരുപാട് ഫോറേജർ സൊസൈറ്റികളിൽ അല്ലെങ്കിൽ ഈ ഹണ്ടിങ് ഗാദറിംഗ് സൊസൈറ്റിയിൽ സ്ത്രീകൾ വേട്ടയ്ക്ക് പോയിരുന്നു എന്ന് നരവംശാസ്ത്രവും അതുപോലെ തന്നെ ആർക്കിയോളജിയും ഫിസിക്കൽ ആന്ത്രപ്പോളജിയും ഇപ്പോൾ ജനറ്റിക് സ്റ്റഡീസും പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എവല്യൂഷന്റെ സമയത്ത് ഹണ്ടിങ് കാരണമാണ് പുരുഷന് കൂടുതൽ മൊബിലിറ്റിയും കൂടുതൽ അഗ്രഷനും അല്ലെങ്കിൽ കൂടുതൽ മസ്കുലേച്ചർ കിട്ടിയത് എന്ന് പറയുന്നത് ഒരു ബയസാണ്. അതായത് ഇന്നത്തെ പുരുഷ സങ്കല്പങ്ങളുണ്ടല്ലോ, അഗ്രസീവായിട്ടുള്ള പുരുഷൻ, ദേഷ്യപ്പെടുന്ന പുരുഷൻ, എന്താണ് ആ ഒരു സബ്സെറ്റിലെ പെണ്ണുങ്ങളെക്കാളും പൊക്കം ഉള്ള പുരുഷൻ, ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള പുരുഷൻ എന്ന ഉള്ള ഐഡിയാസ് നമ്മൾ ഏർലി ഹ്യൂമൻ സ്റ്റഡീസിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്ന ഇപ്പൊ ബ്രോൺസ് സ്റ്റേജ് സ്റ്റഡീസിലോ നിയോളത്തിക് സ്റ്റഡീസിലോട്ടോ ഇമ്പോസ് ചെയ്യരുത്. ഈ തെറ്റുകൾ വന്നത് ആ ഒരു സമയത്ത് ചെയ്ത ആർക്കിയോളജിസ്റ്റുകളും ജനറ്റിസിസ്റ്റുകളും ഒക്കെ അവരുടെ സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് അവർ ഇന്റേണലൈസ് ചെയ്ത അല്ലെങ്കിൽ അവര് എന്താണ് പറയുന്നത് ഉള്ളിലേക്ക് എടുത്ത പല ബയസുകളോടുകൂടെ ഈ ഡാറ്റ സെറ്റുകളെ നോക്കിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ഇഷ്യൂ വരത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ആദ്യമേ കൊമൻസബിലിറ്റിയുടെ കാര്യം പറഞ്ഞത്. ഗീതാച്ചേട്ട പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സയൻസ് കറക്റ്റ് ആയിട്ട് ചെയ്യും, ബയസുകൾ ഇല്ലാതെ സയൻസ് ചെയ്യുന്നു. അപ്പൊ ഗീതാച്ചേട്ടയെ പോലെ ഗീതാച്ചേട്ട ആരാണ്? എന്താണ് നമ്മുടെ ടിഫറിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിലെ ഒബൈദ് സിദ്ദിഖി ചെയറിൽ പ്രൊഫസർ ഓഫ് സോഷ്യോളജി ഓഫ് സയൻസ്, അങ്ങനെ ഒരു മേഖല തന്നെയുണ്ട്. ഇവര് ഗീതാച്ചേട്ടൻ പറയുന്നത് ഇംഗ്ലീഷ് സ്കോളർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ഫീൽഡ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോഷ്യോളജി ഓഫ് സയൻസും ഹിസ്റ്ററി ഓഫ് സയൻസ് എന്നൊക്കെ പറയുന്ന ഫീൽഡുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ സയൻസിനെ വിശാലമായിട്ടും നോളജിനെ വിശാലമായിട്ടും കാണണമെങ്കിൽ നമ്മൾ ഒരു എന്താണ് ഇങ്ങനെ ചെറിയ രീതിയിൽ നാരോ രീതിയിൽ മാത്രം സയൻസിനെ കണ്ട നമ്മൾ തെറ്റിപ്പോകുന്ന മാത്രമല്ല, ലാർജർ പിക്ചർ നമ്മുടെ കയ്യിൽ നിന്ന്, അതായത് പറയുന്ന ആർഗ്യുമെന്റ് എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിലേക്ക് നമ്മൾ എന്താണ് പറയുന്നത് നമ്മളെ തന്നെ റെഡ്യൂസ് ചെയ്യുന്നൊരു ഒരാള് ശാസ്ത്രത്തിന്റെ പേരിൽ ശാസ്ത്രം ചർച്ച ചെയ്യുന്ന വേദിയിൽ ഇരുന്നു കൊണ്ട് അശാസ്ത്രീയമായ ചില കാര്യങ്ങൾ പറയുന്നു. അപ്പൊ അതിനെ ചൂണ്ടിക്കാണിക്കേണ്ട ചുമതല അവർക്കുണ്ട്. ഇത് വളരെ വ്യക്തിപരമായിട്ട് മാളവികയ്ക്ക് നേർക്കുള്ള എന്തെങ്കിലും വിമർശനമല്ല, മറിച്ച് വളരെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിലുള്ള വിമർശനമാണ്. അവർ ഫാക്ട്സ് മാത്രം പറഞ്ഞാണ് സംസാരിക്കുന്നത്. മാളവിക പേഴ്സണലായിട്ട് പേരെടുത്ത് പറഞ്ഞ് മാളവിക ബുദ്ധിയില്ലാത്ത ആളാണെന്നോ എന്നും പറയുന്നില്ല. പകരം മാളവിക പറഞ്ഞ പോയിന്റിനെ അവര് തുടർന്ന് കാണിക്കുന്നു എന്നതാണ്. പക്ഷെ രസകരമായ കാര്യം, എന്തുകൊണ്ട് മാളവികയുടെ ഈ വീഡിയോ അവര് സെലക്ട് ചെയ്തു എന്നുള്ള ചോദ്യം ഒരുപക്ഷെ എവല്യൂഷനെ കുറിച്ച് താല്പര്യമുള്ള, അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ചാനലായിരിക്കാം. അപ്പൊ അവരതിനെ സെലക്ട് ചെയ്തെന്ന രീതിയിൽ അവർക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ തമ്മിൽ നോക്കുമ്പോൾ കൃത്യമായ ഒരു പൊളിറ്റിക്സ് പുറത്തേക്ക് വരുന്നുണ്ട് ഈ വീഡിയോയുടെ. കൃത്യമായിട്ട് അവരുടെ വിഭാഗത്തിന് എതിർ നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ വാദങ്ങളെ എതിർക്കുന്ന യുക്തിവാദികൾ മറ്റൊരു ഗ്രൂപ്പിലെ ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ മാളവിക നിൽക്കുന്നു. അപ്പൊ ഉദ്ദേശിക്കുന്നത് മാളവികയുടെ വീഡിയോ വിമർശിക്കുന്നതെങ്കിലും അമ്പ് ഉദ്ദേശിക്കുന്നത് മാളവികയുടെ പുറത്തല്ല കൊള്ളേണ്ടതിന്റെ തൊട്ടടുത്ത് അപ്പുറത്ത് കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട്. അവരെ ഉദ്ദേശിച്ചാണോ ഈ വീഡിയോ ഇങ്ങനെ വിമർശന വിധേയമാക്കിയിരിക്കുന്നത്? മാത്രമല്ല ഹെഡിങ് തന്നെ അങ്ങനെയാണല്ലോ, യുക്തിവാദ സദസ്സുകളിൽ അശാസ്ത്രത പ്രചരിപ്പിക്കുന്നു എന്ന രീതിയിലാണല്ലോ അവർ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പോ ഇത് യുക്തിവാദികൾക്കിടയിൽ നിൽക്കുന്ന റിഫ്റ്റുകളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു അപ്രോച്ചിലൂടെയാണോ ഇത് ചെയ്തിരിക്കുന്നത്? പ്രോബബ്ലി യെസ്. പക്ഷെ ഇതിനകത്ത് പറയാനുള്ളത് ഈ കേരളത്തിൽ കുറച്ച് നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ കേവല യുക്തിവാദവും ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും, പിന്നെ മറ്റേ സൈഡിൽ സോഷ്യൽ ജസ്റ്റിസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സെറ്റ് ഓഫ് ഫ്രീ തിങ്കേഴ്സ്. അതൊരു ഇൻട്രസ്റ്റിംഗ് ഡിബേറ്റ് ആണ്. പക്ഷെ അതൊരു ഇൻട്രസ്റ്റിംഗ് ഡിബേറ്റ് ആകുമ്പോൾ തന്നെ അതിന് പൊളിറ്റിക്കൽ അണ്ടർടോൺസും ഓവർടോൺസും ഉണ്ട്. കാരണം ഈ കേവല യുക്തിവാദികൾ ആരെയാണ് അൾട്ടിമേറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നത്
എന്ന് ചോദിച്ചാൽ പ്രബലമായിട്ട് നിൽക്കുന്ന ഡിസ്കോഴ്സുകളെയും പ്രബലമായിട്ട് നിൽക്കുന്ന വാദങ്ങളെയും സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പല സ്റ്റീരിയോടൈപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ യെസ് വെക്കുന്ന രീതിയിലുള്ളതാണ്. പക്ഷെ ഇങ്ങനെയുള്ള അതിനെന്താണ് മലയാളത്തിൽ പറഞ്ഞ ഞാൻ പറയുന്നത് പടലപ്പിണക്കങ്ങൾക്ക് വേണ്ടി മാനിപ്പുലേഷൻസ് ചെയ്യുന്നതിനോട് എനിക്ക് എതിർപ്പാണ്. സയൻസിന്റെ ഗേറ്റ് കീപ്പേഴ്സ് ചമയുന്നതിനോട് എനിക്ക് എതിർപ്പാണ്. ഇപ്പം ഇവര് പറയുന്ന ഫാക്ച്വൽ എറേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കാം അത് ഫാക്ച്വൽ എറേഴ്സ് അല്ല എന്ന് ഉള്ളത്. രണ്ട്, ഞാൻ പറയാത്ത കാര്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ സെക്ഷൽ ഡൈമോർഫിസം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് ഇവര് ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇവര് മറ്റൊരു വീഡിയോയിൽ ഇവര് വായിച്ച ഏതോ ഒരു ആർട്ടിക്കിൾ വെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെ അനലൈസ് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല, അതിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പം ഫാക്ട് മാത്രം പറയാനായിരുന്നെങ്കിൽ ഈ ഒരു അപ്രോച്ച് ആയിരിക്കില്ലല്ലോ. നമ്മൾ അതിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ വീഡിയോ ശ്രദ്ധയോടെ കേൾക്കുമല്ലോ. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ ലാർജർ ആർഗ്യുമെന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ എന്താ കമന്റ് ചെയ്യുന്നതായിരിക്കുമല്ലോ. അതല്ലേ ഒരു സയന്റിഫിക് രീതി എന്ന് പറയുന്നത്. ഇതൊരുമാതിരി എന്താണ് ഒരു ബുള്ളിങ്ങിന്റെ രീതിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കേവല നാസ്തികവാദികളുടെ ഇടയിൽ ഈ ഒരു ബുള്ളിങ്, കാരണം ഞാൻ അവരുടെ ഏതോ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ ആൾക്കാരെ റോസ്റ്റ് ചെയ്യുന്നത്, പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെ സംസാരിക്കുന്നത്, ഒരു ജനറലി ഒരു ഹോളിയർ ദാൻ ദൗ ആറ്റിറ്റ്യൂഡ് ഇല്ലേ. എനിക്ക് സയൻസ് അറിയാം അതുകൊണ്ട് ഞാൻ വലിയ ആൾ എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ടെൻഡൻസീസ് ജനറലി അതൊരു ഒരു ടോക്സിക് പേട്രിയാർക്കൽ ട്രേറ്റ് ആണ്. ഈ ഒരു ടെൻഡൻസി ഇൻ ജനറൽ ഞാൻ അങ്ങനെ അവരുടെ ഒരുപാട് വീഡിയോ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊരു ജനറലൈസേഷൻ ആണ്. ലൈക്ക് ഓൾ ജനറലൈസേഷൻസ് ഇറ്റ് മൈറ്റ് ബി റോങ്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള വീഡിയോയിൽ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചില ആർട്ടിക്കിൾസ് മാത്രം വായിച്ചിട്ട് ആ ആർട്ടിക്കിൾസിനകത്ത് ഉള്ളിലെ കാര്യങ്ങൾ മാത്രം ടോട്ടലി ശരി എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഒരു കാര്യത്തെ പഠിക്കുമ്പോൾ അതിന്റെ ഒരു എന്താ കോഹറന്റ് ആയിട്ടോ അതിനെ കോംപ്രിഹെൻസീവ് ആയിട്ടോ നോക്കാതെ അതിലെ ഒരു ചെറിയ അംശം മാത്രം ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് അതിനെ കേന്ദ്രീകരിച്ച് സംസാരിക്കുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, അത് ഓൾമോസ്റ്റ് നമുക്ക് ഈ കിട്ടുന്ന വാട്സാപ്പ് ശകലങ്ങൾ പോലെ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നെനിക്ക് പലപ്പോഴും ഈ പലവരുടെയും ടോക്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് വാസ്തുശാസ്ത്രത്തിനെ കുറിച്ച് പറയുന്ന പല വീഡിയോയും വളരെ അനാക്രോണിസ്റ്റിക് ആയിട്ടാണ് ഇവര് പറയുന്നത്. അപ്പൊ വാസ്തുശാസ്ത്ര കാര്യങ്ങൾ തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഓക്കെ. പക്ഷെ ഈ വാസ്തുശാസ്ത്രം എഴുതപ്പെട്ട ഒരു കാലഘട്ടമുണ്ട്. ആ ഒരു കാലഘട്ടത്തില് എന്തിനാണ് വാസ്തുശാസ്ത്രം എഴുതപ്പെട്ടത്? ആ ഒരു കാലഘട്ടത്തിൽ കോണ്ടെക്സ്ച്വലൈസ് ചെയ്ത് നിന്നുകൊണ്ടാണ് വാസ്തുശാസ്ത്രത്തിനെ ഇനി സുശ്രുത സംഹിതയൊക്കെ പറയേണ്ടത്. അത് മാത്രം പറയണമെന്നല്ല ഞാൻ പറയുന്നത്. ഇവര് പറയുന്നത് പോലെയുള്ള കാര്യങ്ങളും പറയാം. അതെന്തുകൊണ്ട് ഇപ്പം ആപ്ലിക്കബിൾ അല്ല, അപ്ലൈ ചെയ്താൽ തെറ്റിപ്പോകും എന്നുള്ളത് എല്ലാം പറയാം. ബട്ട് അറ്റ് ദ സെയിം ടൈം ആ വർക്കിന്റെ ഒന്ന് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. റിസപ്ഷൻ എന്തായിരുന്നു, ഓഡിയൻസ് എന്തായിരുന്നു, ആ സമയത്തെ ഹൈറാർക്കികൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ടെക്സ്റ്റുകൾ എഴുതപ്പെട്ടത് എന്നുള്ള ഇതിനെക്കുറിച്ച് ഒരുപാട് ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഹിസ്റ്ററി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മേഖലയിൽ തന്നെ ഇന്ത്യയിലുള്ള സ്കോളേഴ്സും എബ്രോഡുള്ള സ്കോളേഴ്സും വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു എന്താണ് അക്കാഡമിക് ആയിട്ടുള്ള റീഡിങ് ഞാൻ ഇതിൽ കണ്ടിട്ടില്ല. ഇവരിങ്ങനെ കുറച്ചൊരു പ്രൈമറി സോഴ്സ് എടുക്കും, ആ ഒരു പ്രൈമറി സോഴ്സിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെറിപ്പിക്ക് ചെയ്തെടുക്കും, അത് പ്രസന്റ് ചെയ്യും, അതുകൊണ്ട് ഇത് തെറ്റ് എന്നുള്ള രീതിയിലാണിത് പ്രസന്റ് ചെയ്യുന്നത്. ബട്ട് അക്കാഡമിക് റൈറ്റിംഗ് ഇതിനെ കുറിച്ച് ഒരുപാട് വന്നിട്ടുണ്ട്. ഇതിന്റെ ഡേറ്റിങ്ങിനെ കുറിച്ച് വന്നിട്ടുണ്ട്. എന്താണ് അന്നത്തെ സൊസൈറ്റിയിൽ തന്നെ ഇത് ആക്സെപ്റ്റഡ് ആയിരുന്നു
ഏതൊക്കെ ഗ്രൂപ്പുകളാണ് ഇത് പ്രാക്ടീസ് ചെയ്തിരുന്നത്, എന്തിനാണ് ഇത് പ്രാക്ടീസ് ചെയ്തിരുന്നത് എന്ന ആ കാലത്തെ ഇത് പ്രോബ്ലമാറ്റിക് ആണെന്ന് പറയുന്ന കമന്ററികൾ തന്നെ ഇതിനകത്തുണ്ട്. പക്ഷെ ആ ഒരു കോണ്ടെക്സ്റ്റുവലൈസേഷനോ ഒരു അക്കാദമികമായിട്ടുള്ള ഒരു റീഡിങ്ങോ എനിക്ക് ലാക്കിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു കാര്യത്തിന് ഇപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ എന്റെ വീഡിയോയിൽ ഈ വുമൺ ദ ഹണ്ടർ അല്ലെങ്കിൽ എന്നുള്ള സ്റ്റഡീസിന്റെ സിഗ്നിഫിക്കൻസ് ഇവർക്ക് മനസ്സിലാകാതെ പോകുന്നത് ഇതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ഒരു സ്റ്റഡീന്റെ താഴെയുടെ ഗിറോ ആൻഡ് കോൺകിയുടെ സ്റ്റഡിയാണ്. ആ സ്റ്റഡിയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് പഠന വിഷയമാക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പം പലപ്പോഴും ഈ ആര്യന്മാരുടെ ജീനുകൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ആര്യൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ. ഇപ്പൊ റിസർവേഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇക്വാലിറ്റി എന്നുള്ള ഒരു അതിന്റെ വളരെ എന്താ പറയുന്ന കേവലമായിട്ടുള്ള ഒരു ഡെഫിനേഷൻ എടുക്കാതെ ഇക്വാലിറ്റിയെ സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചും എത്രയോ പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ് വോൾട്ടയർ തൊട്ട് അകമ്പൻ വരെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഇവർ റെഫർ ചെയ്യുന്നില്ല. എവിടെയെങ്കിലും ഒരു വിക്കിപീഡിയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു ഡെഫിനേഷൻ കിട്ടും. അത് വെച്ചിട്ട് പിന്നെ അങ്ങ് ഇവർ കാണിക്കുന്ന സ്ലൈഡ്സ് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം ഇതെല്ലാം എന്താണ് അക്കാഡമിക് ആർട്ടിക്കിൾസിൽ നിന്നുള്ള സ്ലൈഡുകളോ അല്ലെങ്കിൽ എന്താണ് ഒരു thorough അക്കാഡമിക് സ്റ്റഡിയിൽ നിന്ന് വരുന്നതോ അല്ല. നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു പ്രിഫറൻസ് ഇങ്ങനെ വന്നത്. കുറച്ചും കൂടെ അത് അക്കാഡമിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിന്റെ കൂടെ നിൽക്കാനുള്ള ഒരു പ്രിഫറൻസും പിന്നെ സോഷ്യൽ ജസ്റ്റിസ് തീമുള്ള മനുഷ്യരുടെ കൂടെ നിൽക്കാനുള്ള ഒരു പ്രിഫറൻസ് എനിക്ക് വന്ന ഇതുകൊണ്ടാണ്. ഇതിനോടൊപ്പം ഒരു ജനറിക് ആയിട്ട് പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു കാര്യത്തിനെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചിലൂടെ പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. What does economics say about this? What does sociology say about this topic? What does political science say about this topic? What does biology say about this topic? What does anthropology say about this topic? കാരണം നമ്മളിപ്പോ അക്കാഡമിക്സിൽ ട്രാൻസ്ഡിസിപ്ലിനറിനെയും മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള അപ്രോച്ചസിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മളെ തന്നെ ഒരു പരിമിതപ്പെടുത്തുന്നതാണ് ഈ ഒരു ഇതിലൂടെ. അതിൽ തന്നെ ഇപ്പം ആർക്കിയോളജി ആന്ത്രപ്പോളജിയും പാലിയോട്ടോളജി ഡിസ്കസ് ചെയ്യുന്ന ഒരാളാന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൽ തന്നെ എത്രയോ സ്കൂളുകളുണ്ട്. പ്രൊസഷ്യൽ സ്കൂളുണ്ട്, പോസ്റ്റ് പ്രൊസഷ്യൽ സ്കൂളുണ്ട്, മോഡേണിസ്റ്റ് സ്കൂളുണ്ട്. ഇപ്പം എന്റെ വീഡിയോ നിങ്ങൾ നോക്കിയാൽ ഞാൻ കൃത്യമായിട്ട് സൈറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന ആർക്കിയോളജിസ്റ്റ് പറഞ്ഞതുപോലെ, ഇന്ന എക്കണോമിസ്റ്റ് പറഞ്ഞതുപോലെ. ഇതൊക്കെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. ഈ പോപ്പുലർ ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുന്നത് കോട്ട് ആൻഡ് കോട്ട് ഫിലോസഫി പറയുന്ന ബെൻ ഷപ്പീർ പോലുള്ള ആൾക്കാരിൽ നിന്നല്ല. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നോട്ട് ദാറ്റ് ഐ ആം ആബ്സല്യൂട്ട്ലി കറക്റ്റ്, ഐ കുഡ് ബി റോങ്. വലിയ രീതിയിൽ എൻ്റെ അപ്രോച്ചസിനോട് എതിർത്ത് നിൽക്കുന്ന അപ്രോച്ചസ് മറ്റേ സൈഡിൽ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളൊരു അക്കാഡമിക് രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്നതായിരിക്കില്ലേ കുറെ കൂടെ നല്ലത്, റേദർ ദാൻ യു യൂസിങ് സയൻസ് ആസ് എ ടൂൾ ഫോർ ബുള്ളിങ്. ഓക്കെ, നമുക്ക് ഇനി സബ്ജക്ട് അടിച്ചു നീട്ടിയാൽ ഒരു സാരം കൂടെ പറയാനുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇത് കട്ട് ചെയ്ത് പിന്നെ എപ്പോഴെങ്കിലും ഇട്ടാലും. പിന്നെ ഇവർ വീണ്ടും എംഫസൈസ് ചെയ്ത് പറയുന്നുണ്ടല്ലോ, ഇത് പേഴ്സണൽ അല്ല. അത് ആദ്യം ഒരു 2 മിനിറ്റോളം ഇവർ വീണ്ടും പറയുന്നുണ്ട്. ബട്ട് ടു ബി ബ്രൂട്ടലി ഓണസ്റ്റ്, ദിസ് ഇസ് വെരി വെരി പേഴ്സണൽ. കാരണം ഈ ഒരു സെയിം ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, അതായത് ഈ ലൂസി ചാനലിലുള്ള ആള്, പിന്നെ കൈപ്സ് കഫേ എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ, കൈപ്പുള്ളി എന്നാണ് തോന്നുന്നു പുള്ളിയുടെ പേര്. പിന്നെ ഒരു ഡോക്ടർ മുഹമ്മദ് ഹനീഫ് എന്നാണെന്ന് തോന്നുന്നു, രാകേഷ് ഉണ്ണികൃഷ്ണൻ, ഈ കൃഷ്ണപ്രസാദ്, ഇങ്ങനെ ഉള്ളവരെല്ലാം ഒരു ക്ലബ് ഹൗസ് ചർച്ചയിൽ
അതിൽ കൃഷ്ണപ്രസാദ് ഭയങ്കര സൈലന്റ് ആയിരുന്നു ആ ചർച്ചയിൽ, ബാക്കിയുള്ളവർ വളരെ ആക്റ്റീവ് ആയിരുന്നു. അന്ന് അവർ ആ ചർച്ചയ്ക്ക് ടൈറ്റിൽ ചെയ്തത് ഗോത്ര മനുഷ്യരുടെ മസ്തിഷ്ക, അതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു വേർഡ് ഉണ്ട്, ഇങ്ങനെ ബുദ്ധിമില്ലാത്ത എന്നുള്ള ഒരർത്ഥം വരുന്ന ഒരു വേർഡ്, മസ്തിഷ്ക പ്രക്ഷാളനങ്ങൾ എന്ന് പറഞ്ഞ് വാസ്തുശാസ്ത്രത്തിനെ കുറിച്ചുള്ള ഒരു ടോക്കിന് ഇവർ ടൈറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കൊറോണ സമയമാണ്. കൊറോണ സമയത്ത് ഒരുപാട് ക്ലബ് ഹൗസിൽ ഞാൻ നല്ല ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ ഞാൻ ഈ ഒരു ഗ്രൂപ്പിൽ, ആക്ച്വലി ഞാൻ ആ ഗ്രൂപ്പിൽ പോകുന്നത് വാസ്തുശാസ്ത്രത്തിനെ കുറിച്ച് സംസാരിക്കാനാണ്, വാസ്തുശാസ്ത്രത്തിനെ ഗ്ലോറിഫൈ ചെയ്യാനല്ല. വാസ്തുശാസ്ത്രത്തിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ആ ഒരു സമയത്തെ വാസ്തുശാസ്ത്ര രാജാവിന്റെ അധികാരം ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നതാണെന്ന് പറയുന്നത്. കാരണം വാസ്തുശാസ്ത്രത്തെ കുറിച്ചൊരു ടോക്കായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. കൊറോണ സമയത്ത് വേറെ അങ്ങനെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ശരിയാ. പക്ഷെ ഞാൻ ആദ്യം ഇവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ ഗോത്ര മനുഷ്യരുടെ എന്ന് പറയുന്നത് അതൊരു വളരെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് യൂസേജ് ആണ്. കാരണം ഗോത്രീയത എന്ന് ഈ നമ്മുടെ ഫ്രീ തിങ്ക് സർക്കിൾസിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്, വിച്ച് ഇസ് എക്സ്ട്രീംലി റോങ്. കാരണം ഓൾറെഡി ഒരുപാട് സ്റ്റീരിയോ ടൈപ്പുകൾ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ഗോത്ര വിഭാഗം എന്ന് പറയുന്നത്. അപ്പം ഒരു നെഗറ്റീവ് അർത്ഥത്തിൽ, അതായത് ഗോത്രീയത എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് പരോക്യലിസത്തിനെയാണ്. അതായത് എന്താണ്, സ്വന്തം ആൾക്കാരെ മാത്രം നോക്കുന്നത്, സെൽഫ് സെന്റേർഡ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ. ഇത് കാൾ പോപ്പറുടെ ഒരു ടേം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ അത് ആ ഒരു സമയത്ത് യൂസ് ചെയ്തിരുന്നു, ട്രൈബലിസം എന്നുള്ളൊരു ടേം യൂസ് ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് അത് സയൻസിന്റെ ഫിലോസഫേഴ്സ് വരെ ഡിസ്കാർഡ് ചെയ്തൊരു യൂസേജ് ആണ്. കാരണം ഇപ്പം നമ്മൾ പല ടേംസും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയത് കൊണ്ട് തന്നെ, അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയതുകൊണ്ട് മാത്രമല്ല, അത് ചില സ്റ്റീരിയോ ടൈപ്പുകളെ ഊട്ടി ഉറപ്പിക്കുന്നതും ചില മനുഷ്യർക്ക് അത് ഹൈലി ഒഫെൻസീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മാറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗോത്രീയത എന്നുള്ളൊരു ടേം ഇങ്ങനെ ഒരു നെഗറ്റീവ് കൊണോട്ടേഷനിൽ യൂസ് ചെയ്യരുത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞു തീരാൻ വേണ്ടി സമ്മതിക്കുന്നതിന് ഭയങ്കരമായിട്ട് ബഹളം വെച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എന്നെ മാൻ ഇന്ററപ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു. കാരണം ആ ഗ്രൂപ്പിൽ ആണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർ വേദി കൊടുക്കുന്നത് ആണുങ്ങൾക്ക് മാത്രമാണ്, ഞാൻ മാത്രമാണ് ഇവിടെ സ്ത്രീ വരുന്നത്. ഇവർ മറ്റു സ്ത്രീകളെ മിണ്ടാതാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ മനഃപൂർവ്വമാണ് മാൻ ഇന്ററപ്റ്റ് എന്നുള്ള ടേം യൂസ് ചെയ്തത്. അപ്പൊ ഇതിനകത്ത് ഒരു മനുഷ്യന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അയാൾ, നിങ്ങൾ എന്തിനാണ് ഇതിനെ കുറിച്ച് പറയുന്നത്, നിങ്ങൾക്ക് ഗോത്ര മനുഷ്യരെ കുറിച്ച് പറഞ്ഞാൽ എന്തിനാണ് ദേഷ്യം വരുന്നതെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാനൊരു ദളിത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് മനസ്സിലാവും എങ്ങനെയാണ് സ്റ്റീരിയോ ടൈപ്സ് നമുക്കെതിരെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു കമ്മ്യൂണിറ്റിയെ ഒപ്രസ് ചെയ്യാൻ നമ്മൾ ഒപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ടേംസ് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന്, നിങ്ങളൊരു റിസർവേഷൻ സ്കോളർ ആണല്ലേ, നിങ്ങളൊരു ദളിത് സ്കോളർ ആണല്ലേ എന്തുകൊണ്ട്. അപ്പം എനിക്ക് ദളിത് സ്കോളർ എന്ന് കേൾക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഇവര് ദളിത് എന്ന് യൂസ് ചെയ്യുന്ന ആ ഒരു സെൻസിലല്ല. ഞാൻ റിസർവേഷനെ കുറിച്ചൊന്നും അവിടെ പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇവർക്ക് ദളിത് ഫിസിക്കൽ ടു റിസർവേഷൻ എന്ന് പറഞ്ഞ തലയിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഉടനെ റിസർവേഷനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. അത് എന്നെ ആ റൂമിൽ നിന്ന് അപ്പം നിങ്ങൾ പറയുന്നത് വാസ്തുശാസ്ത്രം എന്നാണല്ലോ, പക്ഷെ വാസ്തുശാസ്ത്രം അല്ലല്ലോ എന്ന് ഈ ഡോക്ടറായിട്ടുള്ള മനുഷ്യൻ, മെഡിക്കൽ ഡോക്ടറാണെന്ന് തോന്നുന്നു, വന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ വാസ്തുശാസ്ത്രം എന്ന് ആ ടെക്സ്റ്റുകൾ അവർ തന്നെ വിളിക്കുന്നതാണ്. എനിക്ക് വാസ്തുശാസ്ത്രത്തിന് കയറി പക്ഷേ ശാസ്ത്രം എന്ന് വിളിക്കാൻ പറ്റില്ല. ശാസ്ത്രം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സയൻസ് അല്ല എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ചിട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. നിസാർ മാഷ് പോലുള്ള ആൾക്കാരത് പറഞ്ഞിട്ടില്ലേ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഇവർക്ക് വീണ്ടും ദേഷ്യം വരികയും എന്നെ അതൊരു റൂം എന്നാണ് എന്നെ വിളിക്കുന്നത്, ആ ഒരു ചർച്ചയിൽ നിന്ന് എന്നെ ഇവർ റിമൂവ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 15 മിനിറ്റ് ഇരുന്നിട്ട് ഇവരുടെ ചർച്ച, ചില ആൾക്കാരുണ്ട് അവർ റിസർവേഷൻ ബെനിഫിറ്റിൽ വരുന്ന ആൾക്കാരാണ്, അങ്ങനെ റിസർവേഷൻ ബെനിഫിറ്റിൽ വരുന്ന ആൾക്കാർക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്. ആൻഡ് ഫോർ 15 minutes the talk was about reservation and how reservation is destroying merit, and ഞാൻ അതിനെങ്ങനെ ഒരു ഉത്തമ ഉദാഹരണം ആണ് എന്നുള്ളത്. ഇത് ആ സമയത്ത് ക്ലബ് ഹൗസിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയൊരു തർക്കം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ മനുഷ്യർ വന്ന് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ താഴെയൊക്കെ കമന്റ് ചെയ്യുമായിരുന്നു. ബിജുമോഹന്റെ തന്നെ ഞാൻ ആയുർവേദത്തിനെ കുറിച്ച് ബിജുമോഹൻ അങ്ങനെ ടൈറ്റിൽ ഇട്ടിട്ടുണ്ടല്ലോ, ആയുർവേദത്തിൽ അഭിരമിക്കുന്ന, അങ്ങനെ എന്തൊരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ടൈറ്റിൽ മാത്രം, ഇവർ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് പോലെ എനിക്ക് സംശയമാണ്. ആ ടൈറ്റിൽ മാത്രം വെച്ചിട്ട് ഇവർ ആയുർവേദത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീയാണെന്ന് പറഞ്ഞ് അങ്ങനെ പ്രചരിപ്പിക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ എന്തോ പറയുന്നുണ്ട്,
അതായത് നമ്മൾ ഞാൻ ആയുർവേദം നോക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. അതിനകത്ത് നമ്മൾ ഗ്രേസ് അനാറ്റമിയിൽ ഇപ്പം ഉള്ളതുപോലെ ഉള്ള കാര്യം, ഗ്രേസ് അനാറ്റമിയിൽ ഉള്ള കാര്യങ്ങൾ എന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ ഇന്ന് ഗ്രേസ് അനാറ്റമിയിൽ കാണുന്ന പോലത്തെ ഡിസ്ക്രിപ്റ്റീവ് കാര്യങ്ങൾ നമുക്ക് അത് എത്രയോ വർഷമല്ല എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പിലുള്ള ആയുർവേദയിൽ ഉണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ട്. അതിന് ആ ഒരു സമയത്ത് അത്രയും റിസർച്ച് നടന്നു എന്നുള്ളത് അതിലൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എനിക്കിപ്പോ ആയുർവേദനെ കംപ്ലീറ്റ്ലി ഷൺ ചെയ്ത് കളയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനൊരു ആന്റി ആയുർവേദം ക്രൂസൈഡർ അല്ല. ഞാൻ ചരിത്രകാരി എന്ന രീതിയിൽ ഞാൻ ആയുർവേദത്തിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അന്ന് 700-ൽ പരം എന്താണ് ഹെർബ്സിനെ ഇവർ കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്ഭുതകര കാര്യം. ഞാൻ ആ കോണ്ടെക്സ്റ്റിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇത് മാത്രം ഇവര് വെട്ടിയിട്ട് ഞാൻ ആയുർവേദ സ്യൂഡോ സയൻസ് അല്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇവര് ആ വീഡിയോയിൽ തന്നെ പല ശകലങ്ങളും വെട്ടിയെടുത്തിട്ട് ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇവർക്ക് പറയേണ്ടി വരുന്നത് ഇത് ഇൻഡിവിജ്വൽ അല്ല എന്നുള്ളത്. ഇൻഡിവിജ്വൽ ആയതുകൊണ്ടാണല്ലോ ഒരേ ആളെ വീണ്ടും വീണ്ടും ടാർഗറ്റ് ചെയ്യുന്നത്. വിമനെ ടാർഗറ്റ് ചെയ്യുന്ന ഇവര് സ്വന്തം കണ്ണിലെ കരണ്ടെടുത്തിട്ട് അല്ലെ ബാക്കിയോ സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ടില്ലേ ബാക്കിയുള്ളവരുടെ കരണ്ടെടുക്കാൻ പോകുന്നത്. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അങ്ങനെയുള്ള ചോദ്യങ്ങൾ അവിടെ I think those are also very, very important questions that they should ask themselves. പിന്നെ ഇങ്ങനെ ഒരു പ്രീ ഹിസ്റ്ററി കിടക്കുന്നുണ്ട്. അപ്പം ഇറ്റ്സ് ഓക്കെ, അത് ഒരു സൈഡിൽ കൂടെ പോകാൻ എനിക്കിനൊന്നും സമയമില്ല. ഇവർ അന്ന് വീഡിയോ ഇട്ടപ്പോഴും ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്തില്ല. കാരണം എന്റെ ഒറിജിനൽ വീഡിയോ ബിജുമോഹൻ ചാനലിലുള്ള എന്റെ ഒറിജിനൽ വീഡിയോ കണ്ടാലും ഞാൻ പറയുന്നത് എന്താണെന്ന് ആയുർവേദ സ്യൂഡോ സയൻസ് അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ, അതോ എങ്ങനെയാണ് ഞാൻ ആയുർവേദത്തിനെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. And I really think it is crystal clear. കാരണം എന്റെ യഥാർത്ഥ വീഡിയോ കണ്ടിട്ടുള്ളവർ കുറെ പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മിസ്ലീഡ് ആയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ യഥാർത്ഥ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. സോ ഓക്കെ, പക്ഷെ ഇത് നിരന്തരമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ റെസ്പോൺസ് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ്